ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നൊരു എഫക്റ്റ് ഉണ്ട്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയാം. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാൽ ഓസ്ട്രേലിയയിലെ ഒരു ബട്ടർഫ്ലൈ ചിറകിട്ടടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പക്ഷേ കൊടുങ്കാറ്റുണ്ടാകുമെന്ന് പറയുന്ന ഒരു തിയറിയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു പഠനം. കുണ്ടൂരുള്ള ഒരു ഫാമിലിയിൽ ചെറിയ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയിലെ വ്യത്യസ്ത കുടുംബങ്ങളെ എഫക്റ്റ് ചെയ്യും, ഈ കമ്മ്യൂണിറ്റിയെ എഫക്റ്റ് ചെയ്യും, കേരളത്തെ എഫക്റ്റ് ചെയ്യും, ഒരു പക്ഷേ ഇന്ത്യയെ തന്നെ എഫക്റ്റ് ചെയ്യും എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു തിയറിയാണ്. സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹ നിർമ്മിതിയുടെ അടിസ്ഥാനപരമായ ശിലാവാപത്തിന് വേണ്ടിയിട്ട് ഭദ്രമാക്കാൻ പ്രേരണകൾ നൽകുന്നത് എപ്പോഴും കുടുംബ ബന്ധത്തെ ഭദ്രമാക്കുക എന്നുള്ള ഒരു രീതിയാണ്. കുടുംബ സിലത്തുർ റഹീം, കുടുംബത്തെ ചേർത്ത് പിടിക്കുക, കുടുംബ ബന്ധങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സൗന്ദര്യാത്മകമായ സുദൃഢമായ മനോഹരമായ ഒരു കൾച്ചറിനെ, ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കുടുംബത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഇടപെട്ടത്. തറവാടിത്ത മഹിമകൾ കൊടികുത്തി വാണിരുന്ന അറേബ്യയിൽ എല്ലാവിധ തറവാടിത്ത മഹിമകളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ സുന്ദരമായ ഒരു കൾച്ചറിനെ മദീന ചാപ്റ്റർ നിർമ്മിച്ചുകൊണ്ട് ലോകം മുഴുവനും ഫാമിലി എന്ന് പറയുന്ന മനോഹരമായ ഒരു സംവിധാനത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ മുസ്തഫായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചു. കുടുംബം വേണ്ട. ലിബറൽ കമ്മ്യൂണിറ്റിയിൽ ഫാമിലി എന്ന് പറയുന്നത് ഭാരമാണ്. പെണ്ണിനും ആണിനും സ്വസ്ഥമായി ജീവിക്കാൻ കുടുംബം ഒരു തടസ്സമാണ് എന്ന പുതിയ വായനകൾ നടത്തപ്പെടുന്ന കാലഘട്ടത്തിൽ കുടുംബത്തിന്റെ മനോഹാരിത, കുടുംബത്തിന്റെ ഗുണങ്ങൾ ഈ സമൂഹത്തെ, നമ്മുടെ ജീവിതത്തെ എത്രമേൽ അത് സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു പ്രസംഗത്തിന്റെ രൂപത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസംഗിച്ച് ശീലം വളരെ കുറവാണ്. ക്ലാസ് എടുത്തിട്ട് ക്ലാസ്സിൻ്റെ ഒരു ശൈലിയാണ് എപ്പോഴും വരിക. അപ്പോൾ സ്റ്റേജും ഇതൊക്കെ കാണുമ്പോൾ പണ്ട് മർക്കസിൽ പഠിച്ച പ്രസംഗത്തിൻ്റെ ഒരു ശൈലി ഇങ്ങനെ ഓർമ്മ വരിക. ഞാൻ സൂചിപ്പിച്ചു വന്ന വിഷയമുള്ളൂ ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ ഒരു ഉദാഹരണം. അത്താണിക്കലൂടെ ഒരാളിങ്ങനെ ഒരു പഴത്തൊലി റോട്ടിലിട്ടു. ആ പഴത്തൊലി റോട്ടിലിട്ട് കഴിഞ്ഞാൽ എന്തൊരു പ്രവൃത്തി ആയിക്കോട്ടെ, അതിന്റെ എഫക്റ്റ് അതിങ്ങനെ തുടർന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകും. അതിൽ വന്ന ഒരു ബൈക്കുകാരൻ അവിടെ വീഴാനിടയാകുന്നു. ആ ബൈക്കുകാരൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഏതൊക്കെയോ ആളുകളുടെ, ഇപ്പോൾ ആ ഡോക്ടർ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറുടെ കുട്ടിയുടെ പരീക്ഷ മുടങ്ങിപ്പോകുന്നു. ഇങ്ങനെ പറയുന്ന മനോഹരമായ ഒരു കണക്ടിവിറ്റി തിയറിയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, സെൻറ്റർ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഒരു ഫാമിലിയിൽ ഒരു സംഭവം നടന്നാൽ ആ നാട്ടിലെ പല ഏരിയകളിലേക്കും അത് ബാധിക്കും. ബന്ധങ്ങളുള്ളത് കൊണ്ട് ഒരു വിവാഹ ബന്ധം നടന്ന കുടുംബങ്ങളിൽ പരസ്പരം അതിൻ്റെ ഒരു അലയൊലികൾ കാണാൻ കഴിയും. ഇതിൻ്റെ മറ്റൊരു സാധനമാണ് ഡൊമിനോസ് എഫക്റ്റ് എന്ന് പറയുന്ന സാധനം. ഡൊമിനോസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. ഒരു ഓഫീസിൽ ഒരാള് നേരം വൈകി വരികയാണ്. അപ്പൊ നേരം വൈകി വന്ന സമയത്ത് ഇയാളോട് ഇയാളുടെ ബോസ് ചൂടാവുന്നു, ദേഷ്യപ്പെടുന്നു. ആള് ഓഫീസിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നേരം വൈകിയതാണ്. അങ്ങനെ നേരം വൈകി അവിടെ എത്തിയപ്പോൾ പിന്നെ മുതലാളിനോട് സന്തോഷത്തോടു കൂടെ ഒരു കാര്യം പറയാൻ വേണ്ടി പോയപ്പോൾ ബോസ് അവിടെ നിന്ന് ഇയാളുടെ ചൂടായി. അന്ന് അയാൾക്ക് വലിയ വിഷമമായി. അങ്ങനെ അയാൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ പ്രിയതമ ഭാര്യ വരാൻ വൈകിപ്പോയി. അപ്പോൾ അവളോടൊരു ചൂടാവല്, എനിക്കെന്താ വിളിച്ചങ്ങോട്ട് വേഗം വന്നൂടെ, എന്താ പണി, മനുഷ്യൻ എത്ര നേരമായി, വണ്ടിന്റെ ശബ്ദം കേട്ടൂടെ എന്ന് പറഞ്ഞിട്ട് മുപ്പരി പെണ്ണുങ്ങൾ ചൂടായി. പെണ്ണുങ്ങൾ നല്ല മൂഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ വിഭവമൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ചുകൊണ്ട് പോയി അപ്പോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവൾക്ക് കിട്ടി തിരിച്ചടി. 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മനോഹരമായൊരു ചിത്രം വരച്ചുകൊണ്ട് ഉമ്മച്ചിൻ്റെ അടുത്ത് കാണിച്ചു. ഉമ്മച്ചി ഇങ്ങോട്ടൊക്കെ ഞാൻ വരച്ചതാണ്, എനിക്ക് നാളെ ഹോംവർക്കൊന്നും ചെയ്യാല്ലേ, പോയി പഠിക്കാനുള്ള പഠിച്ച 24 മണിക്കൂർ ചിത്രം വരയ്ക്കാം. കൊടുത്തു സാധനം. ആർക്ക്? 3ാം ക്ലാസ്സിലെ മോക്ക്. സന്തോഷം കെട്ടടങ്ങി. അവള് റൂമിൽ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അവളെ പുസ്തകം ചെറിയ കുട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ. കൊടുത്തു, സ്കെയിൽ കൊണ്ട് തലക്കൊന്നു. എഫക്റ്റ് ഇങ്ങനെ പോവാട്ടോ. ഇവന് വലിയ വിഷമം, എന്തിനാ അത് കിട്ടിയതെന്ന് മൂപ്പർക്കറിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ ചെറിയ താരം വാപ്പാന്റെ കണ്ണട എടുത്തിട്ട് പൊട്ടിച്ചു. ഇതിങ്ങനെ പോവാണ്.
ഒരു ചെറിയ ഒരു പ്രവൃത്തി ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ എന്ന് പറഞ്ഞതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഒരു അവസ്ഥയാണ്, കാഴ്ചയാണ് കാണുന്നത്, ഒരു സ്ഥലത്തുള്ള ഒരു എഫക്റ്റ്. ഇതിന്റെ തന്നെ പിന്നാമ്പുറത്തിലേക്ക് സൈക്കോളജി പറയുന്നത് ആ വ്യക്തി ഉണ്ടല്ലോ, ഏത് നമ്മൾ ഓഫീസിൽ ചെന്നപ്പോൾ ചൂടായില്ലേ, മൂപ്പര് എന്തിനാ ചൂടായത് അറിയോ? മൂപ്പര് ചൂടായത് അദ്ദേഹത്തിന്റെ ഭാര്യ ഫോണിൽ വിളിച്ച് ചീത്തറിഞ്ഞു കൊടുക്കണം. ഭാര്യനെ ഒരു സ്ഥലത്തേക്ക് വണ്ടിയിലാക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പര് കേട്ടില്ല. മൂപ്പര് എന്ത് ചെയ്തു? ഓട്ടോറിക്ഷ പോയിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കാരണം വഴിയിൽ വെച്ചുകൊണ്ട് ഓട്ടോ ഇടിക്കാനായി പെണ്ണിന്. അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ വരെ നല്ല തേറി അങ്ങോട്ട് പറഞ്ഞു പെണ്ണിന്. ആ പെണ്ണ് ഈ ഓട്ടോ ഡ്രൈവർ സ്ത്രീയോട് ചൂടാവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്കൂൾ ട്രിപ്പ് ലേറ്റ് ആയതാണ്. സ്കൂൾ ട്രിപ്പ് ലേറ്റ് ആവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി നേരം വൈകിയതാണ്. ആ കുട്ടി നേരം വെക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തലേന്നാൾ വാപ്പ വരാൻ നേരം വൈകിയതാണ്. വാപ്പ വരാൻ നേരം വൈകിയത് ഏതോ സുഹൃത്തിൻ്റെ വീട്ടിൽ ഫാമിലിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. ഈ വാപ്പയാണ് ആര്? ഈ ഓഫീസിലേക്ക് നേരം വൈകി ചെന്ന വാപ്പ, അഥവാ അയാളുടെ കുട്ടി തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം ആരാ? ഇങ്ങനെ ഒരു പറയുന്ന രസകരമായ ഒരു സാധനമാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ സംഘർഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും, ഫാമിലിയിൽ നമ്മൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ക്ലാഷുകൾ, കുടുംബ തർക്കങ്ങൾ, തകർച്ചകളൊക്കെ കാരണം നമ്മുടെ ഏതോ ഒരു പ്രവൃത്തിയാണ് എന്ന് സിദ്ധാന്തിക്കുന്ന ഒരാശയം. നല്ല രസമാണ് അത് പഠിച്ചു നോക്കുമ്പോൾ. കുറേ കാര്യങ്ങൾ ക്ലിയറാണ്. അപ്പോൾ ഇത് കുടുംബം എത്രത്തോളം ആവശ്യമാണ്, കുടുംബത്തിലെ നമ്മുടെ ഇടപെടലുകൾ എത്രത്തോളം ഗുണകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ കുടുംബ സംഗമത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇവിടെ ഒരുപാട് കുടുംബിനികളും പ്രിയതമന്മാരും ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ ഉണ്ട്. ഇവരിൽ ആർക്കെങ്കിലും ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഫാമിലിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാമിലി അതിന്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഇതുവരെ പറഞ്ഞ നെഗറ്റീവ് റിസൾട്ടാണ്. മർക്കസിൽ വന്നുകൊണ്ട്, മർക്കസ് എന്ന് പറയുന്ന ഒരു വിപ്ലവം തീർക്കുന്ന സംവിധാനം, അവിടെ വന്നുകൊണ്ട് ഒരു കുടുംബത്തിൽ ഒരു കുട്ടി പഠിക്കുന്നു. ആ കുട്ടി ആ ഫാമിലിയിൽ അതിൻ്റെ കൾച്ചറിനെ, നന്മയെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അത് മറ്റുള്ളിടത്തേക്ക് വ്യാപിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് വൈറലാകുന്ന പോലെ നന്മകളെ വിത്തായി പടർന്ന് പന്തലിച്ചുകൊണ്ട്, മരമായി മുളച്ചുകൊണ്ട് നാട് മുഴുവൻ വടുവൃക്ഷം തീർക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കൾച്ചറാണ് കുടുംബത്തിലൂടെ സംഭവിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഒരു കുടുംബം നന്നായി, ഒരു വ്യക്തി നന്നായാൽ ആ വ്യക്തി നിലനിൽക്കുന്ന കുടുംബത്തിൽ അതിൻ്റെ സുഗന്ധം ഉണ്ടാവും എന്നുള്ളതാണ്. കുടുംബം എന്ന് പറയുന്ന സമയത്ത് അവിടെ മെയിനായിട്ട് വരുന്നത് പുതിയാപ്പിളും പുതിയണ്ണും, അമ്മയും ബാപ്പയും മക്കളും, അല്ലേ? ഇത് ആധുനിക കാലഘട്ടത്തിൽ ഇതൊരു പ്രഹസനമാണ്, അല്ലെങ്കിൽ ഇത് സഹിക്കുക എന്നാ പറയാം. സൈക്കോളജി എന്നുള്ളതിന് വേറൊരു വിശദീകരണം പറയലെന്ന് എന്താണ്? സൈക്കോളജി എന്നാണ്. സൈക്കോളജി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടി കൗൺസിലറുടെ അടുത്ത് പോകുമ്പോൾ കൗൺസിലർ പറയും, കുറച്ചത്രയും കാലമായില്ലേ, കുട്ടികൾ 3, 4 ആയില്ലേ, ഞാൻ അങ്ങോട്ട് സഹിച്ചാളാ. ഇതിൻ്റെ പേരാണ് സൈക്കോളജി. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ, പ്രകൃതി പ്രതിഭാസങ്ങളിൽ അത്ഭുതപരതന്ത്രമായ ലോകാത്ഭുതങ്ങളെ വിവരിക്കുന്നിടത്ത് പടച്ചവൻ പറയുന്ന അത്ഭുതത്തിൽപ്പെട്ട ഒരു അത്ഭുതം, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, ആണിൽ നിന്ന് തന്നെ ഒരു ഇണയെ അവൻ സൃഷ്ടിച്ചു തന്നു. എന്തിനാണ് ആൺ പെൺ ബന്ധമെന്ന് ഖുർആൻ പറയുന്നത്? ലിതസ്കുനു ഇലൈഹ, സക്കീനത്ത് ഉണ്ടാവാൻ. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ബ്ലിസ്, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, റാഹത്തിന്റെ ഒരു അവസ്ഥ മനസ്സുകൾക്ക് ഉണ്ടാവാനാണ് ആൺ പെൺ ബന്ധങ്ങളെ അള്ളാഹു വിധാനിച്ചത്, അള്ളാഹു സംവിധാനിച്ചത്. രസകരമായ കഥ പറയാറുണ്ട്. പണ്ടൊരു മരം വെട്ടുകാരന്റെ കഥയില്ലേ, കോടാലി, അറിയില്ലേ? മരം വെട്ടുകാരൻ മരം വെട്ടി കോടാലി പോയി. അപ്പോ ഇയാളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദേവത വന്ന് പ്രത്യക്ഷപ്പെട്ടു, ഒരു സ്വർണത്തിന്റെ കോടാലി കൊടുത്തു. പഠിച്ചിട്ടില്ലേ? അറിയില്ലേ? സംഭവം അറിയില്ലേ? അപ്പൊ ഇയാളോട് ചോദിക്കും, ഇതാണോ ചോദിക്കും. അപ്പൊ അറിയാല്ല, അതല്ല എന്ന് പറയും. അപ്പൊ പിന്നെ ഒരു വെള്ളിന്റെ കോടാലി കൊണ്ടേ കൊടുക്കും. കേട്ടിട്ടില്ലേ? കുട്ടികൾ കേട്ടിട്ടില്ലേ? അപ്പൊ അയാൾ പറയും, ഇതെല്ലാം അറിയും. അപ്പൊ പിന്നെ മൂപ്പരുടെ ഒറിജിനൽ സാധനം കൊണ്ടേ കൊടുക്കും. അപ്പൊ മൂപ്പര് ഇതാണ് അറിയും. ദേവതക്ക് ഭയങ്കര ഇഷ്ടമായി. ഇയാളുടെ സത്യസന്ധത കണ്ടുകൊണ്ട് വെള്ളിൻ്റെയും സ്വർണത്തിൻ്റെയും ഇയാളുടെ ഒറിജിനൽ മുഴുവൻ കൊടുക്കുകയാണ്. അങ്ങനെ കാലം കഴിഞ്ഞ് ഇയാൾ വലിയ സമ്പന്നനായി. ഇതിൻ്റെ 2ാം ഭാഗം ഉണ്ട് കേട്ടോ, ഇത് പഴയ കഥയാണ്, ഇതിൻ്റെ പുതിയ എഡിഷനാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്? ഇതേപോലെ ഭാര്യയും ഒത്തുകൊണ്ട് ഇങ്ങനെ പുഴക്കരയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭാര്യ കുളത്തിൽ വീണുപോയി, പുഴയിൽ വീണുപോയി.
ഒലിച്ചുപോയി. അപ്പോൾ ഇയാൾക്ക് പഴയ സംഭവം ഓർമ്മയായി. അങ്ങനെ ഇയാൾ പ്രാർത്ഥിച്ചപ്പോൾ ദേവത പ്രത്യക്ഷപ്പെട്ടു. ഒരില്ലാ കഥയാണ്. അപ്പോൾ ദേവത എന്ത് ചെയ്ത്, ആദ്യം തന്നെ പുഴയിൽ മുങ്ങിയിട്ടൊരു മത്സ്യകന്യകയെ കൊണ്ടേ കൊടുത്തു. ഭയങ്കര അടിപൊളിയായ സുന്ദരിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. ഒരു ഇതെല്ലാം എൻ്റെ ഭാര്യ അയച്ചു. ആ തന്നെയാണ് പറഞ്ഞു. അപ്പോൾ ദേവതക്ക് ഭയങ്കര ദേഷ്യമായി. ശരിക്കും പൈസക്കാരനായപ്പോൾ എൻ്റെ സ്വഭാവം മാറി. പണ്ട് ചങ്ങായി എനിക്ക് ഓർമ്മയില്ലേ, സ്വർണത്തിൻ്റെ കോടാലും വെള്ളിൻ്റെ കോടാലും ഒന്നും സ്വീകരിക്കാതെ എൻ്റെ ഒറിജിനൽ മാത്രം സ്വീകരിച്ച് അതിൻ്റെ സത്യസന്ധത കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം എൻ്റെ സ്വഭാവം ആകെ മാറിപ്പോയി. പൊന്നാരൻ്റെ ദേവത, ഞാൻ അതുകൊണ്ടൊന്നുമില്ല. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി മുങ്ങിയിട്ട് പിന്നെ അടുത്തൊരു ഒരു മത്സ്യകന്യയെ കൊടുത്തിട്ട് ഇതാണോ ചോദിക്കും. അപ്പോൾ ഞാൻ എല്ലാം അറിയും. പിന്നെ ലാസ്റ്റ് മൂന്നാമത്തത് എൻ്റെ ഭാര്യനെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഇതാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, പണ്ടത്തെ പോലെ തന്നെ നിങ്ങൾ മൂന്നെണ്ണത്തിനും കൂടി എനിക്ക് തരും. ഒന്നെന്നെ താങ്ങാൻ കഴിയണില്ല, അതേറ്റ് ഇടങ്ങാറായിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിപരമായ കളി കളിച്ചാന്ന് പറയുന്ന രസകരമായ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കഥയാണ്. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഭാരമാണ് എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾ ഭാരമായി മാറുന്നു. കുടുംബത്തിൻ്റെ അകങ്ങളിലെ രസങ്ങളെ, അതിൻ്റെ ആ ചെറിയ കെമിസ്ട്രിയെ, ഹബീബ് പഠിപ്പിച്ചെന്ന കെമിസ്ട്രിയെ മനസ്സിലാക്കാത്തത് കാരണമുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാക്കാൻ ആഗ്രഹിച്ച നന്മയുടെ അടിസ്ഥാനം അപരോന്മുഖത്വമാണ്. അപരോന്മുഖത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണ ഗുരുവൊക്കെ ദൈവദശകത്തിലും സൂചിപ്പിച്ചിട്ടുള്ള, ആത്മോപദേശ ശതകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് പറയുന്ന പരനെ കൂടെ അപരനെ കൂടെ മറ്റുള്ളവരെ കൂടെ കാണാനുള്ളൊരു മനസ്സ് കുടുംബത്തിലെ നമ്മുടെ മക്കൾക്കിടയിൽ, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കിടയിലും ആ ഒരു സംസ്കാരത്തെ നമ്മൾ പരത്തണം. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നല്ലുണ്ട്. അയൽവാസികളെ പരിഗണിക്കുന്ന ഒരു കൾച്ചർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വളരെ കൂടുതലാണ്. കുടുംബ ബന്ധത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് മുസ്ലിം സമൂഹം. മറ്റുള്ളവരുടെ വേദനകളെ പരിഗണിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന കൾച്ചറാണ്. അത് ഇന്ന് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളൊരു വിഷയം മാത്രമാണ്. അപരോന്മുഖത്വം എന്നാൽ മറ്റുള്ളവനെ കാണാനുള്ള ഒരു കണ്ണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും എടുക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ള സീഗകൾ അവിടുത്തെ പ്ലൂരലാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, റബ്ബന ലലംന, ബഹുവചനമാണ്. ഞാൻ എന്നുള്ളതിനപ്പുറം നമ്മൾ എന്ന ഒരു കോൺസെപ്റ്റ്. ആദിമപിതാവായ സയ്യിദന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന റബ്ബന ലലംന അൻഫുസന, അവിടെ തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തിയില്ല, ഇവളുടെ പ്രേരണ കാരണമാണ് എന്ന് പറഞ്ഞില്ല. റബ്ബന ലലംന, രണ്ടുപേരും ഒരു പ്രോബ്ലം ഉണ്ടായപ്പോൾ ആ പ്രശ്നത്തെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇതിൽ അപരോന്മുഖത്വം എന്നാൽ മറ്റുള്ള ആളുകളുടെ മനസ്സിനെ കാണാൻ സൂറത്ത് മാഊനിൽ പടച്ചവൻ പറയുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഇസ്ലാമിന്റെ കൾച്ചറൽ ഒരു സാംസ്കാരികമായ ആശയം ഏറ്റവും കൂടുതൽ മനോഹരമായി പറയുന്ന മാഊൻ എന്ന സൂറത്ത് ഒന്ന് പരിശോധിച്ചു നോക്കൂ. ദീനിനെ കളവാക്കുന്നവരെ നിങ്ങൾ കാണുന്നില്ലേ? ആരാണ് ദീനിനെ കളവാക്കുന്നവർ? ദീനില്ല, ദീനിനെ പൊളിച്ചു കളയുന്നു. ആരാണ്? ഓരോ ആയത്തുകളും എല്ലാവർക്കും അറിയുന്നതാണ് അതിന്റെ അർത്ഥം. നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് അല്ലദീനഹും യുറാഊന വയംനഊനൽ മാഊൻ, അവസാനത്തെ മാഊൻ എന്ന് പറയുന്ന പ്രയോഗം മാഊനെ തടയുന്നവർ. മാഊൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഉപകാരങ്ങൾ, വളരെ ചെറിയ ഉപകാരങ്ങളെപ്പോലും തടയുന്ന ആളുകൾ. പഴയ സാധനം പെരയിൽ വെച്ചതാണ്, ആർക്കും ഒഴിവാക്കിയിട്ട് വേസ്റ്റായിട്ട് വെച്ചതാണ്. അപ്പോൾ ആരോ വന്നിട്ട് ചോദിച്ചോ ഒന്ന് എടുക്കട്ടെ, അല്ലാ ഞാനത് എന്തോ ഒരു സാധനത്തിന് വേണ്ടി കരുതി വെച്ചതാണ്, എടുക്കല്ലേ. ചെറിയ ചെറിയ ഉപകാരങ്ങളെപ്പോലും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനെ തടയുന്ന സങ്കുചിതമായ ഒരു മനസ്സ്, ആ മനസ്സ് ദീനിനെ കളവാക്കുന്നതിന് തുല്യമാണ്. അവിടെ നിസ്കാരം കൊണ്ടോ മറ്റ് ആചാര കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും അവിടെ ഗുണം ലഭിക്കുന്നില്ല. അത് ഇസ്ലാമല്ല, ദീനല്ല, അത് ദീനിനെ കളവാക്കുകയാണ്. ബാഹ്യമായ പ്രകടനപരത കൊണ്ട് ദീനിന്റെ ആത്മാവിനെ പൊളിച്ചു കളയുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് സൂറത്തുൽ മാഊനിൽ മനോഹരമായി പടച്ചവൻ വിവരിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നോക്കൂ നിങ്ങൾ, ഉമ്മയും വാപ്പയും ഇല്ല. ജനിക്കുമ്പോൾ തന്നെ ഉപ്പയില്ല. 6-ാമത്തെ വയസ്സിൽ പൊന്നുമ്മ മരണപ്പെടുന്നു.
ഇതിലൂടെ സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്ന് സൊസൈറ്റി സെൻട്രിക് ആയ ഒരു മനോഭാവത്തിലേക്ക് ആരംഭ ഹബീബ് മാറുകയാണ്. ഞാൻ എൻ്റെ കുടുംബം എന്നുള്ളതിലപ്പുറം ലോകത്തെല്ലാവരും മാതാവാണ്, ലോകത്തെല്ലാവരും പിതാവാണ്, ആളുകളിലേക്ക് പോവാണ്. എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നുള്ളിടത്തുനിന്ന് ലോകത്തുള്ള എല്ലാ വൃദ്ധരുടെയും വേദനകൾ കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇൻഷിറാഹുൽ ഖൽബ് സംഭവിക്കുകയാണ്. പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മക്കൾ മരണപ്പെടുന്നു. നോക്കിങ്ങൾ, റസൂലുള്ളാഹി അനാഥത്വത്തിന്റെ ഒരു സീക്രട്ടിലേക്ക് പോകുമ്പോൾ മുഫസ്സിറുകൾ തന്നെ നൽകുന്ന സൂചന, അനാഥത്വത്തിൽ എല്ലാവരിലേക്കുമുള്ള തുറന്നിട്ട മനസ്സിന്റെ ഒരു കവാടം അവിടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും റസൂലുള്ളാഹിയുടെ മക്കൾ ഓരോന്ന് മരണപ്പെടുകയാണ്. സമൂഹമാണ്, സമൂഹത്തിലേക്ക് കുന്തും ഖൈറ ഉമ്മ ഉഖരിജത ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാകുമ്പോഴാണ് നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നത് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബം എന്നുള്ളതിനപ്പുറം സമൂഹത്തിലേക്ക്, അടുത്ത കുടുംബങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് നന്മ ചെയ്യാനുള്ള ഒരു സംസ്കാരത്തെ, സ്വഭാവത്തെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കുടുംബത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇത് ഖുർആന്റെ താല്പര്യമാണ്, ദീനിന്റെ താല്പര്യമാണ്. കളിയാർ ഉത്തരാഖണ്ഡിലെ കളിയാറിൽ സാബിർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന ഒരു മഹാൻ, ഫരീദുദ്ദീൻ കഞ്ചശക്കറിന്റെ 2 ശിഷ്യന്മാർ, ഡൽഹി നിസാമുദ്ദീൻ ഔലിയും സാബിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർ രണ്ടുപേരുടെയും ജീവിതം വളരെ മനോഹരമാണ്. ആത്മീയമായ ഉജ്ജ്വലമായ ദീപങ്ങളാണ്. ഇന്നും ആ ഒരു ദർഗകളിലേക്ക് പരശ്വതം യുപിയിലുള്ള ആളുകൾ മുഴുവനും ഒഴുകുന്നത് അവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള സമൂഹം എന്ന ഒരു കൺസെപ്റ്റിനെ, സമൂഹത്തിലേക്ക് തുറന്നിട്ട മനസ്സിനെ. ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലി എന്ന് കേട്ടാൽ ഇന്നും പാവപ്പെട്ടവന്റെ കണ്ണുകൾ നിറഞ്ഞു പോകും. കേരളത്തിൽ ഉണ്ടായിരുന്ന സയ്യിദ് അലവിയിൽ മംഫുറമി, നിങ്ങൾ നോക്കൂ, ചെമ്മാടടുത്ത മമ്പുറത്തേക്ക് ആളുകൾ ഒഴുകുന്നത് ജീവിതകാലത്ത് അവർ കാണിച്ചു തന്ന സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സമൂഹം, ആളുകളുടെ പ്രശ്നങ്ങൾ, ആലംബരും അശരണരുമായ ആളുകൾക്ക് അത്താണിയായിക്കൊണ്ട്, താങ്ങായിക്കൊണ്ട്, രോഗങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, എല്ലാ പ്രശ്നങ്ങൾക്കും, നാനോന്മുഖമായ പ്രശ്നങ്ങൾക്ക് ചെന്നണയാനുള്ള അഭയ കേന്ദ്രമായിക്കൊണ്ട് അവർ കാണിച്ചു തന്നൊരു കൾച്ചറാണ്. മമ്പുറന്തങ്ങളാവട്ടെ, ഉമർ ഖാളിയാവട്ടെ, എല്ലാവരും നമുക്ക് കാണിച്ചു തരുന്ന സമൂഹം എന്ന് പറയുന്നത്, ഈ ഒരു സമൂഹം എന്ന കൺസെപ്റ്റ് നമ്മൾ കുടുംബത്തിലേക്ക്, ഇത് പറയാൻ കാരണം പുതിയ കാലത്ത് വളരെ അണുകുടുംബവും നമ്മുടെ കുടുംബം എന്ന് പറയുന്ന സങ്കുചിതമായ ഒരു കൾച്ചറിലേക്ക് വരികയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ടാണ് ഇത്ര പറഞ്ഞത്. ഇനി ഫാമിലിയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു മനോഹാരിതയെ, കുടുംബത്തെ കൂടുമ്പോൾ ഇമ്പമുള്ള സുന്ദരമായ ഒരു അവസ്ഥയാക്കി മാറ്റാം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളറകളിലേക്ക് തിയററ്റിക്കൽ പാർട്ടോട് അവസാനിക്കുകയാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ജനനമാണ് നടക്കുന്നത്, അല്ലേ? ഒരു കുടുംബത്തിൽ ജനനങ്ങൾ നടക്കുന്നു, അവിടെയാണ് അതിൻ്റെ പുതിയ വിത്തുകൾ ഉണ്ടാവുന്നത്. കുടുംബത്തിന്റെ അടിസ്ഥാനങ്ങൾ ജനനത്തിലൂടെയാണ്. ജനനം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നവരാണ് കേരളീയർ, അല്ലേ? മുടിയളിച്ചല്, അത് ഇത് പരിപാടികളെ കൊണ്ടല്ലേ കുട്ടീനെ കാണാൻ പോകും. അതിന് മുന്നേ തന്നെ തുടങ്ങും, നല്ല പരിപാടികളാണ്. പള്ളാണാമ്പോക്ക്, അത് അതിന് കുറേ ചീന്തി കൊണ്ടുപോയാലും ഇങ്ങോട്ട് വരും, ആഘോഷമാണ് കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇത് മുഴുവനും ശ്രദ്ധിക്കുന്ന പുറമേയുള്ള കാര്യങ്ങളാണ്. പ്രഗ്നൻസി പീരീഡിൽ ഒരു ഫാമിലി തുടങ്ങുകയാണ്, അഥവാ ഈ കുടുംബത്തിലെ ഒരു നൂറ്റാണ്ട് കാലത്തോളം ആയുസ്സിന് സാധ്യതയുള്ള ഒരു മരത്തെ നടുകയാണ്. അതിൽ ആ പ്രഗ്നൻസി ടൈമിൽ കുടുംബത്തിലെ ഉമ്മയുടെ, മാതാവിൻ്റെ മനസ്സ് ഈ കുട്ടിയിലേക്ക് ബാധിക്കുമെന്നുള്ളതാണ്. ദ ടൈം ഓഫ് പ്രഗ്നൻസി. ഒരു കേസിൽ ഒരു കുട്ടിക്ക് എപ്പോഴും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തോന്നും, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തോന്നാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? കുടുംബത്തിലെ പശ്ചാത്തലങ്ങൾ നോക്കുമ്പോൾ വളരെ ഉഷാറാണ്, സാമ്പത്തികമായിട്ട് ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. പക്ഷേ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ഈ കുട്ടിയെ പ്രഗ്നൻ്റായ സമയത്ത്, ഗർഭസമയത്ത് ഈ അമ്മക്ക് പലതവണയായി, 4-ലധികം തവണ ഈ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. വീട്ടിൽ അമ്മായിമ്മയും അതുപോലെ മറ്റ് പലരുമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കാരണം ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ച ആ ഒരു ചിന്ത ഗർഭത്തിലുള്ള കുട്ടിയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് പറയുകയാണ്, എല്ലാ കുട്ടികളും നിഷ്കളങ്കരായാണ് ജനിക്കുന്നത്. അവൻ്റെ മാതാപിതാക്കളാണ് അവനിൽ കൾച്ചറുകൾ ഇടുന്നത്. യഹൂദിയുടെ കൾച്ചറിലേക്കും ക്രൈസ്തവന്റെ കൾച്ചറിലേക്കും നസ്രാണിയുടെ കൾച്ചറിലേക്കും അവനെ വളർത്തുന്നത്, അവനെ രൂപപ്പെടുത്തുന്ന അവൻ്റെ പരിസരമാണ് മാതാപിതാക്കൾ. എന്നാൽ ജനനത്തിൻ്റെ മാതാപിതാക്കൾ മാത്രമല്ല, അവൻ്റെ പരിസരത്തുള്ള പലരും അവൻ്റെ പേരൻ്റാണ്. ഒരുപക്ഷെ അയൽവാസിയായിരിക്കാം, ജ്യേഷ്ഠനായിരിക്കാം, ആരാണോ വീട്ടിലുള്ളത് അവരായിരിക്കാം അവരുടെ പേരൻ്റ്. ഈ പേരൻ്റാണ് ആ കുട്ടിയെ നശിപ്പിച്ചു കളയുന്നത്. പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ മനസ്സിലെ വിചാരങ്ങൾ, ഭയങ്ങൾ, ഇതൊക്കെ കുട്ടിയിലാണ്. ചില കുട്ടികളാണ് ജനിച്ചത് മുതൽ കരയാൻ തുടങ്ങും. എന്തിനാണെന്നറിയില്ല. എന്ത് ചെയ്തിട്ടും, എത്ര തന്നെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും, ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും ഒരു പരിഹാരവും ഇല്ല. ഈ
ഗർഭമുള്ള സമയത്ത് ഉമ്മച്ചി മനസ്സിൽ ടെൻഷനുകളും പേടിയുമാണ്. പ്രത്യേകിച്ച് സീരിയലുകൾ കാണുന്ന സ്ത്രീകൾക്ക് ഇത് വല്ലാതെ ഉണ്ടാവും. കാരണം സീരിയലിൽ ഇമോഷണൽ സിറ്റുവേഷൻസ് നിരന്തരം ഉണ്ടാവും. സിനിമകളെക്കാൾ അപകടമാണ് സീരിയൽ. കാരണം ഈ സീരിയലിൽ കാണുന്നത് മുഴുവനും നെഗറ്റീവാണ്. അപകടകരമായ, വേദനിപ്പിക്കുന്ന ദുരന്തങ്ങളുടെ, ട്രോമകളുടെ കുറേ കാഴ്ചകൾ കണ്ട് ഗർഭത്തിലിരിക്കുന്ന കുട്ടി അമ്മയെന്ന് പറയുന്ന അമ്മയുടെ, ഉമ്മയുടെ, മാതാവിൻ്റെ ഹൃദയത്തോട് ചേർന്നൊട്ടിക്കൊണ്ട് ഇമോഷനുകളെ മുഴുവനും സ്വീകരിക്കുകയാണ്. ഭക്ഷണം എല്ലാം കുട്ടിക്ക് അമ്മയാണ്. ആ അമ്മയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, മാതാവിൽ നിന്ന് ഇമോഷനുകളെ, വികാരങ്ങളെ മുഴുവനും സ്വാംശീകരിച്ചുകൊണ്ട് വലിച്ചു കുടിക്കുന്നുണ്ട്. പിന്നെ ജനിച്ചത് മുതൽ അങ്ങനെ ആരംഭിക്കുകയാണ്. ജനനത്തിന് ശേഷം പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തകൾ ആദ്യമായി കൊണ്ട് പ്രപഞ്ചത്തിൽ വന്ന് നേരിട്ട് ഇലാഹി ഉലൂഹിയത്തിന്റെ നേരിട്ടുള്ള ഒരു സാക്ഷ്യമെന്നോണം കുട്ടി ഉമ്മാന്റെ വയറ്റിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തു വന്നിട്ട് ആദ്യമായിട്ട് മുലപ്പാല് കാണുകയാണ്. അഥവാ മുലക്കണ്ണിയിൽ നിന്ന് മുലപ്പാല് ഊറ്റി കുടിക്കുമ്പോൾ ഈ സമയം വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. ഉമ്മയുടെ ചിന്തകൾ, മഹാന്മാർ പറയുന്നു, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ് പാല് കൊടുക്കേണ്ടത്. അങ്ങനത്തെ കുട്ടികളിൽ നന്മകൾ ഉണ്ടാകും. അപ്പോഴും എന്താ, റിമോട്ടാണ് കയ്യിൽ, റിമോട്ട് ഇട്ടിട്ട് ഇങ്ങനെ മാറി. ഇനിയിപ്പോൾ റിമോട്ടിൻ്റെ ഒന്നും ഇല്ലല്ലോ, ഇതെല്ലാം കയ്യിൽ കിടക്കല്ലേ സാധനം. റീൽസ് അങ്ങനെ കാണാൻ, ഒരു റീൽസിൽ ഒരു ഇമോഷൻ ഹുക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു റീൽസ് ഇന്നിപ്പോൾ ഏറ്റവും വലിയ വീഡിയോകളൊന്നും ആർക്കും കാണാൻ താല്പര്യമില്ല. കുട്ടികൾക്കൊന്നും യൂട്യൂബ് ഇട്ടെടുത്താൽ പറ്റൂല. കുട്ടികൾ മുഴുവൻ റീൽസിലാണ്. കാരണം എന്താ, റീൽസ് ചെറുതാണ്. ആ ചെറുതിൽ തന്നെ എല്ലാം കൂടെ ഉണ്ടാവും. ഒരു 3 സെക്കൻഡിനുള്ളിൽ ഹുക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇമോഷണൽ സാധനം ഉണ്ടാവും. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ വികാരം ഇങ്ങനെ മാറിമറിയാണ്. ഈ മറിഞ്ഞുകൊണ്ടാണ് ഉമ്മച്ചി കുട്ടിക്ക് പാൽ കൊടുക്കണമെങ്കിൽ കുട്ടിക്കും ഈ സാധനം കിട്ടും, ഈ ഫീല് കിട്ടും എന്നുള്ളതാണ്. ഈ അടുത്ത് ഒരു 2 ആഴ്ച മുമ്പ് മിംസ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ മതത്തിലൊന്നും വിശ്വാസമില്ലാത്തൊരു ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. വന്നിട്ട് പറഞ്ഞിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, മകൻ ഡിഗ്രി പ്രായമുള്ള മകനാണ്. അപ്പോൾ ഞങ്ങളെ ഫാമിലിയിൽ ഭയങ്കര ദുരന്തമാണ്. എന്താണെന്നറിയില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇവിടെ ഇവർ പറഞ്ഞ് എത്തണം എങ്ങോട്ടറിയോ, ഞങ്ങളെ ഫാമിലിന് ആരോ സിഹിർ ചെയ്തിരിക്കണെന്നുള്ളത്. കാരണം കുടുംബത്തിൽ എല്ലാവിധ കാര്യങ്ങളും സുന്ദരമായി, കുട്ടീനെ പാരൻസൊക്കെ വളരെ മനോഹരമായ പോസിറ്റീവ് സ്ട്രോക്ക് മാത്രം കൊടുത്ത് വളർത്തുന്ന കുട്ടി വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. ഹോസ്പിറ്റലിൽ അവനക്ക് വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഉമ്മാനും വാപ്പാനും ചീത്തറിയാം. അവനക്ക് വേണ്ടി നിൽക്കുകയാണ്, ഉമ്മയും ഉപ്പയും കഷ്ടപ്പെടുകയാണ്, എന്നിട്ട് അവരെ ചീത്തറിയാം. എനിക്കിവിടെ നിൽക്കാൻ കഴിയൂല, ഇന്നെങ്ങനെ ഇവിടെ തടഞ്ഞിട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവൻ ഡിഗ്രിയിൽ പഠിക്കുന്ന കുട്ടി ചൂടാവാണ്. ഇവൻ്റെ ബാക്ക് ഹിസ്റ്ററിയിലേക്ക് പോവാണ്. ഇവർ സിഹറാന്ന് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയണില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സാധനമുണ്ട്. ഈ പറഞ്ഞൊരു സ്റ്റേജിൽ കുട്ടിക്ക് മുല കൊടുക്കുന്ന മുതൽ കുടുംബം തുടങ്ങുമെന്ന് പറഞ്ഞില്ലേ. കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മധുരമുള്ള പാനീയം പാലാണ്. 6 മാസം വരെ കുട്ടിക്ക് ഒന്നും കൊടുക്കേണ്ടതാണ്. പാല് മാത്രം, ശുദ്ധമായ പാല് മാത്രം. തടി വെക്കാൻ വേണ്ടിയും പിന്നെ കണ്ണിക്കണ്ട സാധനങ്ങൾ മുഴുവനും വാരി വിരകി വായിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സ്റ്റേജിൽ 6 മാസത്തിന് ശേഷം 2 വയസ്സ് വരെ ഹൗലൈനി കാമിലൈനി പൂർണ്ണമായ പാലിന്റെ രുചി അവന് കിട്ടണം, മണം കിട്ടണം, ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പവർ കൂടണം, അവന്റെ ശരീരത്തിന് ആവശ്യമായ എല്ലാവിധ ഗുണഗണങ്ങളും അടങ്ങിയ പാൽ അവൻ നുകരണം. എന്നിട്ട് അതിനെ ആസ്വദിച്ച് ലോകത്ത് ഒരു പാനീയത്തെക്കാളും, ഏത് പെപ്സിയേക്കാളും, ഏത് കോളയേക്കാളും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയമായ പാലിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം കാണാൻ ഒരു സാധനം സംഭവിക്കണം. എന്താണെന്നറിയോ? ഒരു ദിവസം ഇവൻ പാലിങ്ങനെ കുടിച്ചു നോക്കുമ്പോൾ കാണാം കയ്പ്. കുറച്ചൊക്കെ അവൻ ഇതാക്കി വെക്കും, കുറച്ചൊക്കെ അവൻ എന്ത് ചെയ്യും, അത് ഒഴിവാക്കും. പക്ഷെ കഴിയൂല. പാല് കുടിക്കണ ഭാഗം മുഴുവനും അതും ഇത് തേച്ചെടുക്കും. നമ്മൾ അറിയാതെ ചെയ്യുന്ന സാധനങ്ങളാണ്. കുറേ ഉപരിവിപ്ലവമായ മാറ്റങ്ങൾക്കപ്പുറം നമ്മൾ ഇതിൻ്റെ വേരിലേക്ക്, റൂട്ട് കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഫൗണ്ടേഷൻ പ്രോബ്ലംസ് ആരംഭിക്കുന്ന സ്റ്റേജുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് മാറ്റം സമൂഹത്തിൽ ഉന്മൂലമായ മാറ്റം വളരെ സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാവുക. ഇത് ഈ ഇത്രയും കാലം ശുദ്ധമായ പാല് കുടിച്ച കുട്ടി മനസ്സിൽ കൊടും ചതിയല്ലത്, ചതിയാണ്. കൊടും ചതി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നിട്ട് അയ്യേന്ന് പറഞ്ഞിട്ട് അത്രയും കാലവും വിശ്വസിച്ച് കുടിച്ച സാധനം അയ്യേ പാല് കുടിക്കൽ ഏറ്റവും വലിയൊരു മോശമായ പ്രശ്നമായി. ഇതെല്ലാവരും ചെയ്യണതാണ്, അറിയാതെ ചെയ്യുന്ന സംഭവമാണ്. പിന്നെന്താ ചെയ്യുക, ഞങ്ങൾ ഇങ്ങനെ വളരുണ്ടല്ലോ, പിന്നെന്താ കാട്ടക്കൂട്ടിൻ്റെ 5 വയസ്സായാലും ഇങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടി. പാല് കൂടി നിർത്തിയിട്ടില്ലെങ്കിൽ അല്ലേ പാട്ടന്നുണ്ട്,
അതിൽ പറയുന്ന വിഷയം തന്നെയാണ്. പാലുകൂടി മനസ്സിനെ ഉപമിക്കുന്ന അങ്ങനെയാണ്. പാലുകൂടി നിർത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ വലുതായാലും 1ാം ക്ലാസ്സിലും കുട്ടി പാലുടിക്കും. പക്ഷെ പാലുകൂടി എങ്ങനെ നിർത്തണം? ഇതിന്റെ പരിഹാരം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും. പക്ഷെ ശാസ്ത്രം വളരെ അഡ്വാൻസ്ഡ് ആണ്. AI ലോകത്ത് നമുക്കിതൊന്നും വിശ്വസിക്കാൻ ഒരു അത്ഭുതമില്ല. നിങ്ങളൊരു കവിത ചോദിച്ചു കഴിഞ്ഞാൽ, ONVയുടെ കവിത ചോദിച്ചു കഴിഞ്ഞാൽ കവിത എഴുതി തരും. നമ്മളിപ്പോ ഒരാളുടെ ഇപ്പോൾ ഉസ്താദിന്റെ പുസ്തകം, ഉസ്താദ് എഴുതുന്ന പോലെ ഒരു പുസ്തകം എഴുതി തരാൻ പറഞ്ഞാൽ എഴുതി തരും. ഇങ്ങോട്ട് ഒരു യാത്രാ വിവരണം വേണം, പ്രോംപ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ AI ഇങ്ങോട്ട് തരും. അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു കവിത ചോദിച്ചപ്പോൾ, കവിത ഉണ്ടാക്കി തന്ന് സംശയം തോന്നിയപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, ഇത് ONVന്റെ കവിത തന്നെയാണോ? അപ്പോൾ AI പറയാണ്, ഇല്ല ഞാൻ നുണറിഞ്ഞതാണ്. അപ്പൊ ചൂടായി, ഇതെന്തോ അലക്കമത്തെ പരിപാടിയാ. അപ്പൊ എന്താ, പൈസ കൊടുത്താലാണ് വളരെ സത്യസന്ധമായ സാധനം കിട്ടുക. കള്ളം പറയാൻ വരെ AI പഠിച്ചിട്ടുണ്ട്. നമ്മളെ പറ്റിക്കാൻ വരെ AI അറിയാം. ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. ഒരാൾ എങ്ങനെ കവിത എഴുതണം, ആ കവിതയുടെ ഭാഷയിൽ കവിത എഴുതാൻ ഭാവനാത്മകമായ ശേഷി പോലെയുള്ള പുതിയൊരു ലോകത്താണ്. ഈ ലോകത്തേക്കാണ് കുട്ടികൾ പറന്നു വീണത്. നമ്മളെന്ന രക്ഷിതാക്കൾ ലോകത്തെ ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്കാണ്. കാരണം എന്താ അറിയോ? ഇന്റർനെറ്റിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, നമ്മൾ ജനിച്ച ലോകത്ത് നെറ്റില്ല, പരിചിതമല്ല. എന്നാൽ ഇന്റർനെറ്റിലേക്ക് ജനിച്ചു വീണ മക്കളെ നോക്കേണ്ട ഗതികേടിന്റെ ഒരു പേരാണ് ആര്? ആധുനിക പാരന്റ് എന്ന് പറയുന്നത്. നമ്മളെ മക്കൾക്കോ പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവരെ മക്കൾ ജനിക്കുന്നതും ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയ ലോകത്താണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് വളരെ മൈന്യൂട്ടാണ് മാറ്റങ്ങൾ എന്നുള്ളതാണ്. ഈ പാല് കുടിക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങളൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും. അത് ആ കുട്ടിക്ക് മനസ്സിലാവുമോ ഒന്നും ചിന്തിക്കരുത്. പാലുകുടി നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ കുട്ടിയോട് നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കുട്ടിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പാലുകുടി നിർത്തുന്നതിന് 2 ആഴ്ച മുമ്പ് മുതൽ നിങ്ങൾ പറയാൻ തുടങ്ങണം. കുട്ടിക്ക് മനസ്സിലാവുമോ? കുട്ടിക്ക് നമ്മളെ കാട്ടി മനസ്സിലാവും. മൈൻഡ് ഷാർപ്പാണ്. കണ്ണുകൾ, കാഴ്ചകൾ എത്രയോ മെഗാപിക്സൽ ക്യാമറ. കാരണം അവനക്ക് തോട്ട്സ് ഇല്ല, അവന് ഇൻഫർമേഷൻസ് ഇല്ല. എന്താണോ കിട്ടുന്നത് അത് സക്ക് ചെയ്യണം. ഓരോ ആളുടെ മുഖത്ത് നോക്കിയിട്ട് അയാളുടെ അടുത്തേക്ക് ഞാൻ ചാടണോ, ഇയാൾ നല്ലവനാണോ, ഇയാളെ പേടി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് തീരുമാനം എടുക്കാൻ എത്ര ചെറിയ കാലം മുതൽ കഴിയുന്നു. കുട്ടിക്ക് നിങ്ങളുടെ ഇമോഷൻ മനസ്സിലാവും. നമ്മുടെ ഇമോഷൻ കുട്ടി സക്ക് ചെയ്തെടുക്കും, അത് ഊറ്റിയെടുക്കും. കുട്ടിയോട് പറയണം എന്നുള്ളതാണ്. ഇത് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. പറയണം, മോനെ നിർത്തുട്ട, ഈ ഒരു സമയപരിധി വെച്ചുകൊണ്ട് തന്നെ മുമ്പേ പറഞ്ഞിട്ട് അവൻ്റെ പാലുകൂടി നിർത്തുന്നത് മുതൽ അത്രയും ശ്രദ്ധയുള്ള, ജാഗ്രത ആവശ്യമുള്ള ഒരു ഇടമാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് ഫാമിലി എന്നാ പറയുന്നത്. അവിടെ മുതൽ ശ്രദ്ധ തുടങ്ങുകയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിലിരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലേ വലതുവശത്തെയാണ് മുന്തിക്കേണ്ടത്. വലതുവശത്തുള്ളത് ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് പെർമിഷൻ ചോദിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്. എന്തിനു ചോദിക്കണം? പ്രധാനിയാണ്, പ്രമുഖനാണ്, ഉറ്റതോഴനാണ്. പർവാനക്കോ ചിറാഗ് ഹേ ബുൽബുൽ കബൂൽ ബസ് സിദ്ദീഖ് ഹേ കേലിയെ ഖുദാ കേ റസൂൽ ബസ് എന്ന് പറയുന്ന റസൂലിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ തൻ്റെ ഉറ്റതോഴന് പാല് കൊടുക്കട്ടെ എന്ന് വലതുവശത്തിരിക്കുന്ന കുട്ടിയോട് സമ്മതം ചോദിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ മനസ്സറിയുന്ന ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിക്കാണ് കുട്ടിയോട്. ചിരി വരുന്നില്ലേ? ആരാ ഇരിക്കണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ്? ആ കുട്ടിയുടെ മനസ്സ് വേദനിക്കരുത്. അവനക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ. സുജൂദ്, അള്ളാഹുവിന്റെ മുമ്പിൽ തൻ്റെ ഏറ്റവും സമീപസ്ഥനായ റബ്ബിനോട് സാഷ്ടാംഗം നമിക്കുന്ന സുജൂദിന്റെ സമയത്ത് പേരക്കുട്ടി വന്നുകൊണ്ട് തലയിലിരുന്നപ്പോൾ സുജൂദിനെ ദീർഘിപ്പിച്ച ലോകത്തെ വെല്ലിപ്പ ആരംഭ ഹബീബ് ത്വഹ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിയോട് പെർമിഷൻ ചോദിക്കാൻ അത്രയും കരുതലാണ്, അത്രയും ജാഗ്രതയാണ്. തഖ്വ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കുട്ടി ജനിച്ചത് മുതലാണ്. ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാലഘട്ടമാണ്. ഒരിക്കലും ശ്രദ്ധിക്കൂല. അവിടെ മുതൽ ആരംഭിക്കുകയാണ് നന്മകൾ പാകേണ്ട, നന്മകളുടെ സകലവിധ ഗുണങ്ങളും പാകേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ പ്രായം. കുട്ടികളുടെ ഭയങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ സദസ്സിലേക്കുള്ള നമ്മളെ വലിയ ആളുകളുണ്ടാവും. ഒരു വലിയൊരു പ്രമുഖനായൊരു വ്യക്തി. അപ്പോൾ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറയാം, കൂറങ്ങനെ അടുത്തേക്ക് പോയപ്പോൾ ചെവിയിൽ മെല്ലെ പറഞ്ഞവരാണ്, ഇങ്ങോട്ടാക്കല്ല കൂറൻ അങ്ങോട്ട് തട്ടെങ്കിൽ കൂറനെ പേടിയാണ്. വീരപ്പന് കടുവനെ പേടിയില്ല, പക്ഷെ മൂപ്പർക്ക് കൂറനെ വണ്ടിനെ ചെറിയൊരു ജീവിയെ പേടിയാ. കടുവനും പുലിനൊക്കെ മൂപ്പരെന്ത് ചെയ്യും? തുരത്തി ഓടിക്കും വീരപ്പൻ അറിയില്ലേ? കാട്ടിലെ വീരശൂര പരാക്രമി. പക്ഷേ വീരപ്പന് കൂറനെ പേടിയാ, പാറ്റനെ, ചെറിയ ജീവികളെ പേടിയാ.
നക്കീരൻ പറയുന്ന ഇന്റർവ്യൂ ചെയ്തിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അത് മിക്കവാറും കുട്ടിക്കാലത്ത് നമുക്ക് കയറിയിട്ടുള്ള ഭയങ്ങൾ. ഒരു മരം നിങ്ങൾ നോക്കുക, ആ മരം അല്ലെങ്കിൽ സിമെന്റ് ഇടുന്ന സമയത്ത് ആ സിമെന്റിലൊക്കെ കുട്ടികൾ എഴുതി വെക്കും. ആ എഴുത്ത് എത്ര കാലമായി കഴിഞ്ഞാലും എന്താവില്ല, അവിടെ തന്നെ ഉണ്ടാവും. വളരുന്ന മൈൻഡ് പ്രോഗ്രസ് ചെയ്യുന്ന, മൈൻഡ് ഫോം ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അവിടേക്ക് കയറുന്ന എല്ലാ സാധനവും അവിടെ ഉണ്ടാവും. ചെറുപ്പത്തിലെ ഭയങ്ങൾ, ആ ഭയങ്ങൾ അവിടെ ഉണ്ടാവും. വീട്ടിലെ കലുഷിതമായ ബഹള അന്തരീക്ഷത്തിൽ ഈ കുട്ടിയിലേക്ക് ഭയങ്ങൾ വരും. ഒച്ചപ്പാടും ബഹളവും തർക്കും പ്രശ്നങ്ങളുമാണ് ഫാമിലിയിൽ എന്നുവെങ്കിൽ ആ കുട്ടി അതിനെ ഊറ്റിയെടുക്കും, അവൻ്റെ മനസ്സ് ഊറ്റിയെടുക്കും. പത്മാൻ മസ്ജിദിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വാരാണസിയിൽ അവിടെ ഒരു മസ്ജിദ് ഉണ്ട്. ആ മസ്ജിദിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ പുറകെ ഒരാൾ ഓടുകയാണ്. അവൻ്റെ ജ്യേഷ്ഠനാണെന്ന് തോന്നുന്നു. അവ കുട്ടി തമാശക്കാണ്, അവനെ പേടിപ്പിച്ചിട്ട് ഓടുന്നത്. അവൻ അമ്മീന്ന് വിളിച്ചിട്ട് മസ്ജിദിന്റെ പുറകിലോട്ട് ഓടിപ്പോവാണ്. അപ്പം അവൻ്റെ മുഖം നോക്കുന്ന സമയത്ത് ഭയം അങ്കുരിച്ച് നിൽക്കുകയാണ്, ഭയാനകമാണ്. കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് തമാശയാണ്. പക്ഷെ അവിടെ വിളിച്ചിട്ട് ഞാൻ ആ ഏട്ടനോട്, ആരാണെന്നറിയില്ല, അവൻ്റെ വേണ്ടപ്പെട്ടൊരു ബന്ധുവാണ്. അവനെ വേഗം പിടിച്ചിട്ട് അവന് വരുന്നില്ല, പേടിച്ചിട്ട്. അവർ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭീകര പ്രശ്നങ്ങളാണ്. ചെറിയ കുട്ടികൾ ഇന്ന് LKG UKG വരെ കുട്ടികളെ തല്ലുന്ന, ഒരു മാരകമായി തല്ലുന്ന സ്വഭാവം വരെ ചില സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഈ പരിസരത്തൊന്നുമില്ല. ഉഗാണ്ടയിലൊക്കെ ഉണ്ട്, ഉഗാണ്ടയിലും ആഫ്രിക്കയിലൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികളെ ഭീകരമായിട്ട് തല്ലുന്ന വാർത്തകളൊക്കെ പലപ്പോഴും പേപ്പറുകളിൽ കാണാറില്ലേ? അവരാണ് നാളെ ഭീകരന്മാരായി മാറുന്നത്. അവരാണ് കണ്ണിൽ ചോരയില്ലാത്ത, ഹൃദയവേദനകൾ അറിയാത്ത, അപരന്റെ വേദനകളെ തിരിച്ചറിയാത്ത ഒരു വ്യക്തിത്വമായി പരിണാമം ചെയ്യപ്പെടുന്നത് കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള ഇത്തരം ട്രോമകളുടെ ഇരകളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫിയർലെസ് സ്റ്റേറ്റിലൂടെ, അമ്നിലൂടെ, സുക്കൂനിലൂടെ ഒരു ഫാമിലിയെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. വീട്ടിൽ ചെറിയ വിത്തുകളായ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അതിൻ്റെ ഒരു ശ്രദ്ധ അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു വല്ലാത്തൊരു സംഭവമാണ്. ചില കുട്ടികൾ നിസ്സഹായരായിരിക്കും. ഞാനിപ്പോൾ അടുത്ത് 2-3 ദിവസം മുമ്പ് ശ്രദ്ധിച്ച, ഈ ഇവിടെ കൂടുതൽ ലേഡീസ് ഉള്ളത് കൊണ്ട് അവർക്കിപ്പോൾ കുറേ പ്ലാസിബോ എഫക്റ്റോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഡൊമിനോസ് എഫക്റ്റ് ഒന്നല്ല, പെരിയിൽ ഇപ്പം എന്താ കാട്ടേണ്ടി എന്നുള്ള ചോദ്യമായിരിക്കും. ഞാനിങ്ങനെ 2-3 ദിവസം മുമ്പ് ഒരു സാധനം ഇങ്ങനെ വീക്ഷിച്ചിട്ടാണ്, ഞാൻ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചൊരു സംഭവമാണ്. പലപ്പോഴും കുട്ടികൾ കരഞ്ഞു വരുന്ന കുട്ടികളെയാണ് നമ്മൾ പരിഗണിക്കുക. കുട്ടികൾ വലിയ വളവന്മാരുണ്ടാവും, വലിയ ബുദ്ധിജീവികളൊക്കെ ഉണ്ടാവും. ഒരു സ്കൂളിൽ, ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാവും, പെണ്ണുങ്ങളൊക്കെ. ഒരു സ്കൂളിൽ ഒരു കുട്ടി കരഞ്ഞു വരികയാണ്, അവൻ്റെ നെറ്റി പൊട്ടിയിട്ട് ചോര. എന്തേ? ശുക്കൂർ കാട്ടി. അപ്പോൾ ടീച്ചർക്ക് ദേഷ്യം പിടിക്കുകയാണ് അല്ലേ? നോക്കുമ്പോൾ ശുക്കൂർ ഉണ്ടാവും, പ്രതിയായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ കൂടെയുള്ള കൂട്ടുകാരോട് ചോദിക്കാണ്, ആരാ നിങ്ങൾ കണ്ടോ? അവൻ കാട്ടി കൊടുത്തു 2-3 ശുക്കൂറിന്. അതിൻ്റെ മുമ്പ് എന്താ നടന്നതെന്ന് ആരറിയണില്ല. ഇവൻ വലിയ വളവനാണ്. ഇവൻ നിരന്തരം ശുക്കൂറിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗതി കെട്ടിട്ട് അവൻ്റെ കാല് ചോട്ടിയപ്പോൾ മുന്തിപ്പോയതാണ്, വീണതാണ്, നെറ്റി പൊട്ടിയതാണ്. ഈ കുട്ടിക്ക് ഇത് എഫക്റ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ ഇവൻ നിരപരാധിയാണ്. കരയുന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ഒരു വീട്ടിലേക്ക് ഒരു കുട്ടി വിരുന്ന് വന്നിട്ട് വേറെ രസം, നമ്മൾ ശ്രദ്ധിക്കാത്ത ചില മൈന്യൂട്ടായിട്ടുള്ള സാധനം. അപ്പോൾ ആ വീട്ടിലേക്ക് കുട്ടി വിരുന്ന് വന്ന സമയത്ത് പിന്നെ ഇവങ്ങനെ കരയാണ്, വെറുതെ കരയാണ്. എന്തിനാണ്? എനിക്ക് കളിക്കാനുള്ള സാധനം തരുന്നില്ല, അവൻ കൊടുക്കാതിരിക്കണമെന്നില്ല. അപ്പോൾ അടുക്കളയുടെ ഭാഗത്തുനിന്ന് സ്ത്രീകൾ പറയണം, മോനെ ഒന്ന് കൊടുക്കടാ, അവന് കൊടുത്തോടാ, എനിക്ക് എന്താ ഇപ്പോൾ പോകില്ലേ? അവൻ കൊടുക്കാൻ കരുതിയത് തന്നെയാണ്. അപ്പോൾ ഒന്ന് കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കരയാണ്. അപ്പോൾ ഈ വളരെ സിമ്പതിയുള്ള പാവങ്ങളായ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പരിഗണിക്കും. ചില കുട്ടികളെ നമ്മൾ വില്ലന്മാരായിട്ട് നോട്ട് ചെയ്യും, അവർ അതോടെ തീർന്നു. ഇവിടെ ഈ കുട്ടി പിന്നെ എന്താണ് ഇവൻ്റെ വളവത്തരം എന്നറിയോ? ഇവൻ അത് കിട്ടണം, അതിനു വേണ്ടി കരയാണ്. അപ്പോൾ അവൻ ആദ്യം ഒന്ന് തരൂല എന്ന് പറഞ്ഞ് പിന്നെ കൊടുത്ത് അത് ചേഞ്ച് ചെയ്തു. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ഇവനക്ക് എന്ത് ചെയ്യണം? രണ്ടും കിട്ടണം. അപ്പോൾ ഇവിടെ റൂമിൽ ആരുമില്ല, ഞാൻ മാറി നിന്നിട്ട് ഇങ്ങനെ ഇത് വീക്ഷിക്കുകയാണ്. കുട്ടികളെ രസമാണ് അവരുടെ കളികൾ കാണാൻ. അപ്പോൾ ഇവൻ അവിടെ ഈ സാധനം അവിടെ വെച്ചിട്ട് അവിടെ പോയിട്ട് കംപ്ലൈൻറ്റ് പറയും, എനിക്ക് തരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ചീത്ത പറയാം, കൊടുക്കടാ, എനിക്ക് കൊടുത്തൂടെ. ഇവൻ പാവം, ഇവൻ മിണ്ടാത്തോണ്ട് ഇവൻ ആരും അറിയണില്ല. അങ്ങനെ ഇവ 2 കളിക്കോപ്പ് ആര് കൊടുത്തു? ഓന് കൊടുത്തു. ഇങ്ങോട്ട് അങ്ങനെ സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 2 കളിക്കോപ്പും വിരുന്നുകാരന് കൊടുത്തു. അപ്പോൾ തന്നെ ബാക്കിയുള്ളവർ പറയും, ഓൻ അല്ലെങ്കിൽ അങ്ങ് ആ കുട്ടിനെ കുറിച്ചുള്ളൊരു നെഗറ്റീവായ കാഴ്ചപ്പാടോടെ വരികയാണ്. ചെറിയ കുട്ടികൾ, 3-4 വയസ്സൊക്കെ ആയ കുട്ടികൾ. എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് പറയണത്. എങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവുന്നു? ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവമല്ലേ? എൻ്റെ സ്വഭാവമല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ സ്വഭാവമല്ല അടുത്താക്ക്. ഒരു അപ്പാൻ്റെ 5 മക്കൾക്കും 5 സ്വഭാവം. എങ്ങനെ ഇത് ഉണ്ടാവുന്നത്? ഇത് ഉണ്ടാവുന്നത് ഈ പശ്ചാത്തലത്തിൽ നിന്നാണ്, എക്സ്പീരിയൻസുകളിൽ നിന്നാണ്.
അങ്ങനെ എന്താ സംഭവിച്ചറിയ, ഇവ അങ്ങനെ ടെൻഷനായി നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ അനിയനത് കണ്ടു. ഇവൻ്റെ അനിയനത് കണ്ടിട്ട് അവന് സങ്കടം തോന്നിയിട്ട് കാക്ക കൊണ്ടുപോയിട്ട് ഒരു കാറ് കൊടുത്തു. ഓൻ്റെ മഹാമനസ്കത. ഈ സമയത്ത് എന്താ സംഭവിക്കുക, നമ്മളല്ലെങ്കിലേ വിഷമത്തിൽ നിൽക്കണം, ആ വിഷമം കൊണ്ട് പൊട്ടിയിട്ട് അവൻ കാറെടുത്തിട്ട് ഒറ്റ കയറേണ്ടി ഇറങ്ങി. അപ്പോൾ വീണ്ടും ഇവൻ ആരാണ്, കുറ്റവാളിയായി മാറാണ്. കണ്ടില്ലേ, ഇത് ശ്രദ്ധിക്കൂല നമ്മൾ. ഒരു KGയിലെ ടീച്ചറാണ് ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന നോളേജ് ഉണ്ടാവേണ്ട ആൾ. ഏറ്റവും സാലറി ശരിക്കും കൊടുക്കേണ്ടത് ഏറ്റവും നമ്മുടെ ഇവിടെ ഏറ്റവും പരിഗണിക്കാത്തൊരു സംഗതിയാണ്. നല്ല പ്രാഗൽഭ്യമുള്ള കഴിവുള്ള ആളാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതിനു മുമ്പ് 5 വയസ്സിന് മുമ്പ് ഉമ്മ എന്ന ടീച്ചറിൽ നിന്നാണ് ഈ കുട്ടി ഉണ്ടാവുന്നത്. ഉമ്മയുടെ സംസാരം, ഉമ്മയുടെ സകലവിധ ബോഡി ലാംഗ്വേജ് അടക്കം കാണാപ്പാഠം പഠിക്കുന്നുണ്ട് കുട്ടി. ഒരു തമാശ ഉണ്ട്, അതിവിടെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല, എന്നാലും പറഞ്ഞു നോക്കാം. ഒരു മദ്രസില് കുട്ടി ഇങ്ങനെ ഈ ചേരി ഉണ്ടായ സംഭവം കേട്ടോ, ചേരി പ്രദേശത്ത് റെയിൽവേ ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടി എപ്പോഴും അനാവശ്യം പറയും, കൽബെ ഹിൻസീറ എന്നൊക്കെ വിളിക്കും. നായ പന്നി ഇങ്ങനത്തെ വാക്കാ പറയാം. അപ്പോൾ ഉസ്താദ് എന്ത് ചെയ്തു, ഇത് കുട്ടി എല്ലാ കുട്ടികളും വിളിക്കുകയാണ്. അത് മറ്റുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള കുട്ടികൾക്കും ആ ക്ലാസ്സിൽ മുഴുവൻ ആ ഒരു സംസ്കാരം ഉണ്ടാവും. അപ്പോൾ ഈ ഉസ്താദ് എന്ത് ചെയ്ത് വാപ്പാനെ വിളിപ്പിച്ചു. വാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞെന്ത്, പൊന്നര വാപ്പ നിങ്ങളെ മോനിവിടെ മദ്രസിൽ വന്നിട്ട് എന്തൊക്കെ പറയണറിയോ, നായാ പന്നി. അപ്പോൾ വാപ്പ എടുത്തേക്ക് പറയാം, ആ കൽബ് അങ്ങനെ തന്നെയാണ്, ഓനെ എപ്പോഴും അങ്ങനെ തന്നെയാണ് വാപ്പ പറയും. അപ്പോൾ ഉസ്താദിന് സംഗതി പിടുത്തം കിട്ടി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല, നിങ്ങളൊന്നും നല്ല നല്ല പദങ്ങൾ പറയും. പിന്നെ ഉസ്താദ് ദേഷ്യം വരുമ്പോൾ പിന്നെ ആ ദേഷനെ ഞാൻ പിന്നെ എന്താ വിളിക്കുക, എമ്മാതിരി കുരുത്തക്കെടാണോ അങ്ങ് ചെയ്യണോ, വണ്ടിൻ്റെ ബൈക്കിൻ്റെ ടാങ്ക് കയറിയിട്ട് മൂത്രയിക്കുക, സകലവിധ കലാപരിപാടി ഉണ്ടാവും. പിന്നെ ആ ചങ്ങനെ ഞാൻ എന്താ വാപ്പ പറയും. അപ്പോൾ വാപ്പാക്ക് ഇയാൾ ഭയങ്കര സൈക്കോളജിസ്റ്റൊക്കെയാണ്, ഇയാൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും വിളിച്ചോളി, തക്കാളി എന്ന് വിളിച്ചാളി, വെണ്ടക്കാന്ന് വിളിച്ചാളി, പച്ചമുളക് എന്ന് വിളിച്ചാളി, എന്നാൽ കുഴപ്പമില്ല. അത് നല്ല ഐഡിയ കേട്ടോ, എന്താ അങ്ങനെ ചെയ്താലോ, ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ കഴുത അല്ലെങ്കിൽ നായ അല്ലെങ്കിൽ അങ്ങനത്തെ മോശപ്പെട്ട ഹിമാറ ബട്ടുക്കൂസ് എന്നൊക്കെ വിളിക്കുന്നതിന് പകരം പച്ചമുളക് തക്കാളി വെണ്ടയ്ക്ക എന്നൊക്കെ വിളിച്ചാൽ പോരെ. അത് നല്ല ഐഡിയ. മൂപ്പരെന്ത് ചെയ്തു, ഉസ്താദിന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് ഇനി ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ട് മൂപ്പര് പ്രാക്ടീസ് ചെയ്ത്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടി എന്താ പറയണറിയോ, പിന്നെ മദ്രസയിൽ തക്കാളി പട്ടിയെ വെണ്ടക്ക കുതിരെ. അപ്പൊ പിന്നെയും വിളിപ്പിച്ചു വാപ്പാനെ, എന്താ വാപ്പ ഇതിപ്പോ അതെ ഞാനേ നിർത്തിയിട്ടുള്ളൂ, ഓള് നിർത്തിയിട്ടില്ല, അവ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന സാധനമാണ്, ഒന്ന് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞാൽ എന്തായിക്കോളും, അതും മാറിക്കോളും. ഇത് എവിടുന്നാ വരുന്നത്, കുട്ടി പറയുന്ന ഓരോ പദങ്ങൾ, പ്രത്യേകിച്ച് ചില പദങ്ങൾ പറയുമ്പോൾ കുട്ടി നോട്ട് ചെയ്യും നമ്മളെ. നമ്മൾക്ക് ഏറ്റവും കൊള്ളുന്ന വാക്ക്, നമുക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സാധനമാണ് അവർ ക്യാച്ച് ചെയ്യാം. വിരുന്നേരടിയിലൊക്കെ വെച്ചകൊണ്ട് വഷളാക്കിക്കാളും വരെ നമ്മളെ. നിങ്ങളും കുട്ടിയും റിബലായി കഴിഞ്ഞാൽ, യുദ്ധത്തിലായി കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടിയോട് ജയിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം കുട്ടിക്ക് നമ്മളെ കാട്ടി ബുദ്ധിയുണ്ട്. എങ്ങനെയൊക്കെ നമ്മളെ വേദനിപ്പിക്കണം, എങ്ങനെയൊക്കെ നമ്മളെ തളർത്തണം, എങ്ങനെയൊക്കെ തകർത്തണം, സകലവിധ യൂണിവേഴ്സിറ്റി നോളജ് അവൻ്റെ അടുത്തുണ്ട്. എന്ത് വാക്ക് പറഞ്ഞാലാണ് എൻ്റെ പേര് എല്ലാവർക്കും ചൂടാവുക. കുറേ കാലം അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടി ഇസ്ലാമിക് സൈക്കോളജിയിലെ സെക്കൻഡ് മൈൻഡ് ആയിട്ടുള്ള സീക്കിംഗ് മൈൻഡ് എന്ന് പറയുന്ന ഒരു 3 വയസ്സ് മുതൽ, അതിന് മുമ്പ് തന്നെ തുടങ്ങും, പെൺകുട്ടികൾക്ക് കുറച്ച് നേരത്തെ തുടങ്ങും, ഒരു 7 വയസ്സ് വരേക്കുള്ള ഒരു കാലഘട്ടമുണ്ട്. ചാടി ഓടി മറിഞ്ഞ് അവൻ്റെ ഉള്ളിലുള്ള സകലവിധ കഴിവുകളെയും പുറത്തെടുത്ത് അംഗീകാരം തേടുന്ന ഒരു ഒരു അംഗീകാരം തേടുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ സമയത്തായിരിക്കും ഒരു ഭയങ്കര പൊട്ടിത്തെറിപ്പേക്കാരം. അപ്പം ഒരു ആട്ടി വിടും പെരിയുന്നത്, ഒച്ചപ്പാടും ബഹളക്കും പോയിട്ടൊന്ന് ബഹളം ഉണ്ടാക്കല്ലേ ആട്ടി പറഞ്ഞേക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്തിട്ടും ഒരു ശ്രദ്ധ കിട്ടൂല. ഇവൻ പലതും ചെയ്തു നോക്കും, അവൻ്റെ കഴിവുകൾ. അവൻ ഫേസ്ബുക്കും വാട്സപ്പൊന്നും ഇല്ലല്ലോ, അക്കൗണ്ടൊന്നും ഇല്ലല്ലോ, അതിലെന്തെങ്കിലും പോസ്റ്റ് ചെയ്യാം, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കല്യാണ പരിപാടി നടത്താം, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആൾക്കാരുടെ നല്ല അഭിനന്ദനങ്ങൾ വാങ്ങാം. കുട്ടിക്ക് അങ്ങനൊന്നുമില്ല. മനുഷ്യന്റെ അടിസ്ഥാന ത്വരയാണ് അവൻ അംഗീകരിക്കണമെന്നുള്ളത്, അവനെ റിയലൈസ് ചെയ്യണമെന്നുള്ളത്. അവൻ അപ്രിസിയേഷൻ അവൻ്റെ ബേസിക് മെൻ്റൽ ഫുഡാണ്. അത് കിട്ടാതെ വരുമ്പോൾ ഓൻ ചെയ്യും, അവിടെയുള്ള കയറിയിട്ട് അതിൻ്റെ പിന്നെ അലമാറയിൽ കയറിയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ വരുമ്പോൾ ക്ലാസ്സിന് വീണ് പൊട്ടി. അപ്പോൾ എല്ലാവരും കൂടെ ശ്രദ്ധിക്കും. അപ്പോൾ അവന് മനസ്സിലായി ശ്രദ്ധ കിട്ടേണ്ടത് എങ്ങനെയാണ്. വികൃതികൾ മുഴുവനും എന്തല്ല, അത് കുസൃതിയിൽ നിന്നുണ്ടാകണം. അതിന് വികൃതിയായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. നോക്കൂ നിങ്ങൾ, കുട്ടികൾ ഏറ്റവും സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യൂല. നമ്മൾ അടുക്കളയിൽ ഇത് അറിയാത്തതുകൊണ്ടാണ്. ഇനി മുതൽ എല്ലാവർക്കും അറിയും. അടുക്കളയിൽ പണിയിലാണ്, പല തരത്തിലുള്ള ആക്ടിവിറ്റിയിലാണ്. അതിൻ്റെ ഇടയിൽ കുടുംബക്കാർ വന്നിട്ട് ഭക്ഷണം റെഡിയാക്കണം. ഈ സമയത്ത് പോലും അടുക്കളയിൽ നിന്നിട്ട് ഭയങ്കര സന്തോഷത്തിലേക്കാരം. കട്ടുമക്കേറുന്നു, കോടിമക്കേറുന്നു, അവിടെ ചാടും, എല്ലായിടത്തും ചീത്തേക്കാരം. അവരെ ശ്രദ്ധിക്കുകയില്ല. ഇപ്പോഴത്തെ കാലത്തൊന്നും അത്ര ചേട്ടാ. കുറച്ച് മുമ്പ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവർ ആട്ടപ്പെടേണ്ടവരാന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പൊ ഈ സന്തോഷത്തിന്റെ സമയത്തൊന്നും ഇവർക്ക് അംഗീകാരമോ സ്നേഹമോ ഉമ്മ കൊടുക്കുന്നില്ല, ഉപ്പ കൊടുക്കുന്നില്ല, വെല്ലിപ്പ കൊടുക്കുന്നില്ല, വെല്ലിമ കൊടുക്കുന്നില്ല, വീട്ടിൽ നിന്നൊന്നും കിട്ടണില്ല. ഹാപ്പിനെസിന്റെ മൊമെന്റ്, വീട്ടിൽ ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സദസ്സുകളിൽ മുഴുവനും ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങൾ മുഴുവൻ എന്താണ്? അംഗീകാരത്തിന് വേണ്ടിയാണ്. പ്ലീസ് റെക്കഗ്നൈസ് മീ, പ്ലീസ് ലവ് മീ, എന്നെ ഒന്ന് ഉഷാറെന്ന് പറയൂ. നമ്മളിവിടെ പറയണ അങ്ങനെ എന്തെയും കോണിമ കയറിയിട്ട് ഒരൊറ്റ ബുഗലേക്കാരൻ നെറ്റി അങ്ങോട്ട് പൊട്ടിന് കയ്യണ്ടോ, അല്ലാ ഓടി എൻ്റെ കുട്ടി റബ്ബേ എന്ന് പറഞ്ഞു. ഉമ്മ വരുന്നേ, വല്യമ്മ വരുന്നു, ഐസ് വെക്കണ ഹോസ്പിറ്റൽ കൊണ്ട്. ഹായ്, ഓൻ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണാവും. അത് ശരി, ഇത് നല്ല പരിപാടിയല്ലോ. സന്തോഷമുള്ള സമയത്ത് കിട്ടാത്തൊരു സാധനം. ഇവിടുന്ന് നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്തുനിന്ന് ചളിവെള്ളമെങ്കിൽ ചളിവെള്ളം കുടിക്കും. പോസിറ്റീവ് കിട്ടാത്തത് കൊണ്ട് മനസ്സിന്റെ ഗെയിമാണ്. ദ ഗെയിംസ് പീപ്പിൾ പ്ലേ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എറിക് ബേൺ പറയുന്ന ഒരു സംഭവമുണ്ട്. അവർ കളിക്കുന്ന ചില കളികളാണ് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു സമയത്തും വാപ്പാക്കും ഉമ്മാക്കും നേരമില്ല, വാപ്പ എപ്പോഴൊക്കെ പോകുന്നു, തിരിച്ചു വരുന്നു, മക്കളെ ഒരു ബന്ധമില്ല, വാപ്പ ഗൾഫിലാണ്. മകൻ പറയാണെന്ത്, കൊല്ലത്തിലൊരിക്കൽ കാണുന്ന, സംക്രാന്തി കൊല്ലത്തിലൊരിക്കൽ കാണുന്ന ഒരു മുഖം മാത്രമാണ് വാപ്പാന്ന്. എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്, ഓന് വാപ്പാനെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ എയർപോർട്ടിൽ കാത്തിക്കുക. അപ്പോൾ വാപ്പ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ആരാന്ന് വെച്ച് വാപ്പാനോട്. വാപ്പാൻ്റെ സകലവിധ സാധനം പോയില്ലേ, എത്രയോ കാലമായിട്ട് പോയതാണ് പണ്ടത്തെ കാലത്ത്. അപ്പോൾ ഈ ബന്ധമില്ലാത്ത ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ ഇവർക്കൊന്നും കിട്ടണില്ല. നാട്ടിലുള്ളവരെന്നെ അവസ്ഥ എന്താ? കുട്ടികൾ പറയുന്ന കഥകൾ കേൾക്കാൻ താല്പര്യമില്ല, അവരുടെ സംസാരങ്ങൾക്ക് ചെവി കൊടുക്കാൻ സമയമില്ല, അവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ മുഴുവനും അവർ വെമ്പുന്ന ഹൃദയവുമായി വൈകുന്നേരം വന്നിട്ട് തുറന്നു വെക്കാൻ ഒരു ഇടമില്ല. ഇത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല. ഇത് പറയാൻ പിന്നെ അവനൊരു ചെക്കനെ തേടുന്നതിൽ എന്താണ് തെറ്റ്? അത് കേൾക്കാൻ ഒരു മനസ്സ് നമുക്കില്ല, ടൈമില്ല. നമ്മൾ ബിസിയാണ്, ഭയങ്കര ബിസിയാണ്. കേൾക്കാൻ സമയം ഉണ്ടാവും. എപ്പോ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കുകയാണ്, ഓന് റോഡ് മുറിച്ചടക്കുന്ന സമയത്ത് ഒരു ബൈക്ക് വന്നിട്ട് തട്ടിക്കണ്, അല്ലോ കാക്കട്ടെ, തട്ടിയിട്ടുണ്ട്, വലിയ പരിക്കൊന്നുമില്ല, അല്ലാ കഴിഞ്ഞ് എല്ലാ തിരക്കും കഴിഞ്ഞ്, വാപ്പാൻ്റെ ഇമ്മാൻ്റെയും കുടുംബത്തിൻ്റെ ഒക്കെ തിരക്ക് കഴിഞ്ഞ് ഇവൻ്റെ ചുറ്റുമാണ്. പിന്നെ ഒരു പനി ഉണ്ടായാൽ മതി, ഇമ്മയും വാപ്പിയൊക്കെ അവൻ്റെ ചുറ്റുമാണ്. ഇത് കള്ള സ്നേഹമാണ് ഈ കൊടുക്കുന്നത്. അഥവാ ഇതിന് ഈ സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അഥവാ പരിഗണന കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി തേടും. നേരത്തെ പറഞ്ഞില്ലേ, സന്തോഷമുള്ള സമയത്തൊന്നും ആരും പരിഗണിക്കണില്ല. അവൻ അസുഖം വരുമ്പോ, പനി വരുമ്പോ, ശ്വാസം മുട്ടൽ വരുമ്പോ എല്ലാവരും ചുറ്റുമുണ്ട്. ഇതേ സാധനം വേറൊരു ടീമിനുണ്ട് ട്ടാ. ഈ കേൾക്കണ ആർക്കും ഇല്ല. വേറെ പുറത്തൊക്കെ ഉള്ള ഉഗാണ്ടിയിലുള്ള ചില പെണ്ണുങ്ങളുണ്ട്, അവർക്ക് അങ്ങനെ ഉണ്ടാവും അസുഖം. അവർക്ക് എല്ലായിടത്തൊന്നും കുറ്റപ്പെടുത്തലേക്ക്. പക്ഷെ അസുഖമായി കഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് ഏത് മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാലും അത് ഡയഗ്നോസ് ചെയ്യൂല. എന്താണെന്നറിയില്ല, ഉരവേദന, തലവേദന, പള്ളവേദന, വെരിക്കോസ്, എവിടെ പോയാലും മാറൂല. ഇത്രയും കാലം കഷ്ടപ്പെടുത്തിയ ഭർത്താവിനോട് ഇവൾ പറയാണ്, നടന്നോ എന്നെ ഏറ്റി നടന്നോ. ഇവൾ ഉള്ളിൽ പറയാണ്, അവൾ സബ് കോൺഷ്യസ് പറയാണ്, ഇന്നെ ഏറ്റി നടന്നു, എന്നെ കുറെ കാലം കഷ്ടപ്പെടുത്തിയില്ലേ. രോഗിയായിട്ട് തിരിച്ചടി കൊടുക്കും. ഇതൊക്കെ ചെയ്യുമോ എന്നുള്ളതാണ്, മനസ്സ് ചെയ്യും, നമ്മൾ ഉപബോധ മനസ്സ് ചെയ്യും അത്. പിന്നെ ആ സമയത്ത് ഇവൾക്ക് എല്ലാവരുടെയും ശ്രദ്ധ കിട്ടുകയാണ്. ഒരു MRI സ്കാനിങ്ങിലും തെളിയാത്ത തലവേദന. ഈ സാധനം എല്ലാ കുടുംബങ്ങൾ, അമ്മായിമ്മ, അമ്മോശനെ, എല്ലാവരും ഇവരെ ശ്രദ്ധിക്കണം. എന്തോ അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ പണിയെടുപ്പിക്കാനായിക്കൂല. ഭയങ്കര ശ്രദ്ധ, പരിഗണന. ഇത് ലവ് അല്ല, ഇത് കള്ള സിമ്പതി എന്നാണ് പറയുക. ഈ സിമ്പതിക്ക് വേണ്ടിയിട്ട് ദാഹിച്ചുകൊണ്ട് എപ്പോഴും ആളുകൾ രോഗികളായിക്കൊണ്ടേയിരിക്കും. തിരിച്ചറിയാത്ത സാധനം. കുടുംബത്തിൽ അസുഖങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണം പരിഗണന കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇന്നെ പോയിട്ട് അവിടെ കിടന്നോ, ഞാൻ മനസ്സിലാക്കിക്കണ്, കുറേ കാലമായി വെറുതെ, ദയവ് ചെയ്ത് ആരും അങ്ങനെ ചെയ്ത്. കറക്റ്റായിട്ടുള്ള ഫിസിക്കൽ റീസണുകൾ, രോഗങ്ങൾ ഉണ്ടാവും. പക്ഷെ നല്ലൊരു ഒരു പെർസെൻറ്റേജ് ഇങ്ങനെയുണ്ട്. അസുഖമായിട്ട് തിരിഞ്ഞു നോക്കാതിരിക്കരുത്. അസുഖമാകുമ്പോൾ കൊടുക്കുന്ന ഓവർ പരിഗണന നിങ്ങളുടെ കുട്ടിയെ വീണ്ടും വീണ്ടും രോഗിയാക്കും. കാരണം രോഗമുള്ളപ്പോഴാണ് നിങ്ങൾ കൂടുതൽ സ്നേഹം കൊടുക്കുന്നത്. എല്ലാ സമയത്തും സ്നേഹം കൊടുക്കണം. രോഗം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണ്ടെന്നില്ല. രോഗമുണ്ടാകുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓവർ കെയറിങ്, അവർ ആസ്വദിക്കുകയാണ്. പോന്നോട്ടെ, നല്ല രസമുള്ള കുറച്ച് അസുഖം. എന്താ, ചില കുട്ടികളൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നും ഒരു അസുഖം. കാരണം ഓരോ അസുഖ കുട്ടിയായിട്ട് ടീച്ചേഴ്സും എല്ലാവരും പരിഗണിച്ചിട്ടുണ്ടാവും. ചില ശാരീരിക ദുർബലത ഉള്ള ആളുകൾ അവർ ഇതിനെ ആസ്വദിക്കും. കാരണം എല്ലാവരും ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഒക്കെ സഹായിക്കുന്നു, അവനൊന്നും പണിയെടുപ്പിക്കാൻ സമ്മതിക്കൂല. എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിക്കും ഭയങ്കര സ്നേഹം. ഇവനക്ക് ഈ അസുഖം മാറരുതെന്നേ കാരണം മാറിക്കഴിഞ്ഞാൽ പണിക്കോണ്ടേ.
ഇതിങ്ങനെ ആസ്വദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ ഈ മനസ്സിന്റെ കളി എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. ഫാമിലിയിലെ പാരന്റിങ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഏരിയയെ കുറിച്ചുള്ള ഒരു സംഭവങ്ങളാണ് പറയുന്നത്. കുട്ടി ചെറുപ്പത്തിൽ നമ്മൾ പലപ്പോഴും അവരെ ശാസിക്കുമ്പോൾ, അവരെ തിരുത്തുമ്പോൾ ചിലപ്പോൾ അവൻ അതിന് അർഹനാണോ എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. ഞാനൊരൊറ്റ ചോദ്യം കൂടി ചോദിക്കുകയാണ് ഇൻഷാ അല്ലാ. പരിശുദ്ധ ഖുർആൻ കുടുംബങ്ങളിൽ പരിശുദ്ധ ഖുർആൻ യൂസ് ചെയ്യുന്ന, കുടുംബത്തെ മനോഹരമാക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. പറയാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആനിൽ ആളുകൾ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസന്റേഷനിൽ, രചനയാണല്ലോ ഖുർആൻ, പ്രസന്റേഷനിൽ ആളുകൾ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. എന്താണ് ആ ടെക്നിക്ക്? ആർക്കും പറയാം, സ്റ്റേജിലുള്ള വേദിയിലുള്ള ആർക്കും പറയാം. എന്താണ്? ഞാൻ അങ്ങനെ വേദാറുണ്ടല്ലോ, ആർക്കെങ്കിലൊന്ന് വരി. ഖുർആൻ നിരന്തരമായി യൂസ് ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ ടെക്നിക്ക്, മനുഷ്യ മനസ്സിനെ ആകർഷിപ്പിക്കാൻ ഖുർആന്റെ അവതരണ ടെക്നിക്ക്. പ്രസന്റേഷനിൽ ഖുർആൻ യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് എന്താണ്? പ്രധാനമായിട്ട് ഖുർആനിൽ ഇന്ന് എന്താണ് ഉള്ളത്? നല്ല ഒരു ശതമാനം, ഇഷ്ടം പോലെ ഈ സാധനം ഖുർആനിലുണ്ട്. ഉറക്കനെ പറഞ്ഞോളേ, ഒന്ന് പറയാൻ പറ്റുമോ? ചോദിച്ചോ? അറിയണ തന്നെയാണ്, നിങ്ങൾക്ക് അറിയണ തന്നെയാണ്. എന്താണ് ഖുർആൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക്? ഒരു വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ, അത് പ്രസംഗിക്കാവട്ടെ, എഴുതാവട്ടെ, നമ്മുടെ എഴുത്തിലും നമ്മുടെ പ്രസന്റേഷനിലുമൊക്കെ പുട്ടിന് തേങ്ങയിടുന്ന പോലെ വേണ്ട, ആളുകൾ ആകർഷിപ്പിച്ചിരുത്തുന്ന ഒരു എലമെന്റ് എന്താണ്? പെണ്ണുങ്ങൾക്കൊക്കെ പറയാൻ മുട്ടി നിൽക്കണ്ടാവും. ആരെയും പറയണ്ടോ? പറഞ്ഞോളി, ധൈര്യമായിട്ട് പറഞ്ഞോളി. തെറ്റിക്കോട്ടെ, തെറ്റാ ആർക്കപ്പം എല്ലാം അറിയണ്. കുട്ടികളോടാ ചോദ്യം, ബാക്കില് നിങ്ങൾ മക്കളോട് ചോദ്യം. വാട്ട് ഈസ് ദ ടെക്നിക് ഓഫ് ഖുർആൻ? പ്രസന്റേഷൻ സ്കിൽ, പ്രസന്റേഷൻ ഏരിയയിൽ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ധൈര്യമായിട്ട് ഉറക്കനെ വിളിച്ച് പറഞ്ഞോളേ, ആരൊന്നും ചെയ്യില്ല ഇവിടെ. പറയണ്ടോ? അവിടെ പറയണ്ട. രണ്ടാമത്തെ ആള് ഒഴിച്ചോ? വളരെ സിമ്പിളാണ് അല്ലേ? ഞാൻ പറയട്ടെനാ? പരിശുദ്ധ ഖുർആൻ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു സാധനം എത്രയാണ് ഖുർആനിലുള്ളത്. ഒരു സംഗതി തന്നെ വീണ്ടും വീണ്ടും പറയാണ്. ബാക്കി പറയാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കഥകൾ പറയുക എന്നുള്ളതാണ്. ദ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. കഥകൾ പറഞ്ഞുകൊണ്ടാണ്. ഇതെന്താ ബാലരമേ ഖുർആന്? എത്ര കഥകളാണ്! മൂസാ നബിന്റെ കഥ, ഇബ്രാഹിം നബിന്റെ കഥ. മൂസാ നബിന്റെ കഥക്ക് എത്രയാ പറയണേ? ഈസാ നബിയുടെ കഥ, മറിയം ബീവിയുടെ കഥ. കഥകളെ കൊണ്ട് സമ്പുഷ്ടമാണ് ഖുർആൻ. ഖുർആന്റെ നല്ല ഒരു പോർഷൻ തന്നെ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇത് നൽകുന്ന മെസ്സേജ് എന്താണ്? ഫാമിലിയിലേക്കാണ് അത് കൊണ്ടുവരേണ്ടത്. നിരന്തരമായി കഥ പറയുന്ന ദ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും സൂപ്പറായ സാധനമാണ്. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഏറ്റവും വ്യൂവേഴ്സ് കിട്ടുക നിങ്ങളൊരു സ്റ്റോറി പറയുമ്പോഴാണ്. നിങ്ങളുടെ പ്രസംഗത്തിൽ ഒരു സ്റ്റോറി ഉണ്ടായിരിക്കണം. അത് സെൽഫ് സ്റ്റോറി ആവാം, സെൽഫ് എക്സ്പീരിയൻസ് ആവാം, അനുഭവ കഥകളാവാം. ഖുർആൻ അതിന് ഒരു മടിയുമില്ല. ഈ സ്റ്റോറി ടെല്ലിംഗ് ആണ്, കഥ പറച്ചിലാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു കുടുംബത്തെ നിർണ്ണയിക്കുന്നത്. അഥവാ ഇനി ആ ഏജ് ഇങ്ങനെ കൂടി വരുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു കാലം മുതൽ ഉമ്മച്ചിയും ഉപ്പച്ചിയും കുട്ടിക്ക് നിരന്തരമായ സ്റ്റോറികൾ പറഞ്ഞു കൊടുക്കണം. ആ കുട്ടി ആ തൂണിലാണ് വളരുക. കുഞ്ഞുനാളിൽ നമ്മൾ കേട്ട പ്രേതകഥകൾ, ഈ കൂട്ടത്തിൽ എത്ര ആൾക്ക് ഈ കൂട്ടത്തിൽ പ്രേതം ഉണ്ടോ? ഇല്ലേ? പ്രേതം ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് പേടിയില്ലേ? രാത്രി അമ്പലത്തിന്റെ വഴിയിലൂടെ ഒരു ആൽമരച്ചോട്ടിലൂടെ നടക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. പ്രേതം, യക്ഷി, കള്ളൻ, ഒടിയൻ, കുട്ടിച്ചാത്തൻ, എന്തൊക്കെ സാധനം കേട്ടിട്ടുണ്ട്. ഇത് എപ്പോൾ കേട്ടതാ? എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ ഈ കഥകൾ കേട്ടിട്ടുണ്ട്. ഇത് സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടും കുടുംബക്കാരിൽ നിന്ന് കുറച്ച് മുതിർന്ന ആൾക്കാർ നല്ല പഞ്ചിട്ടിട്ട് തരും. കുട്ടികൾക്ക് പേടി തീരുന്നില്ല.
ഈ കഥകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. വീട്ടിൽ നിന്ന് വല്യപ്പ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് വല്യമ്മനോടും വല്യപ്പനോടും കൂടുതൽ ഇഷ്ടം? അവർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ. കുട്ടികൾക്ക് നിങ്ങൾ വലിയ ഫിലോസഫി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കുട്ടികളോട് സ്റ്റോറി പറഞ്ഞു നോക്കൂ, അവർ നിങ്ങളുടെ സ്വന്തം ആളായി മാറും. ഭയങ്കര ഇഷ്ടകരം. ഇന്ത്യ മഹാരാജ്യം BJP ഭരിക്കാനുള്ള കാരണത്തിന്റെ ചില കാരണങ്ങൾ, അതിന്റെ സോഷ്യൽ സൈക്കോളജി പഠിച്ചു നോക്കുന്ന സമയത്ത് ഇതെന്നോ തുടങ്ങിയ പ്ലാനാണ്. അതിന്റെ പൊളിറ്റിക്സ് പറയാന്ന് കരുതരുത്. വർഷങ്ങൾക്ക് മുമ്പ് രാമായണവും മഹാഭാരതവും 2 സ്റ്റോറികൾ ഈ സീരിയലിന് വേണ്ടിയിട്ട് രാജ്യം മുഴുവൻ ഇങ്ങനെ കാതോർത്ത് കാത്തിരിക്കുകയാണ്. അത്ര ഇഷ്ടമാണ്. ഒരു ക്ലാസ്സിൽ ഏറ്റവും കഥ പറയുന്ന അധ്യാപകനായിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം. കഥ പറയുന്ന യൂസഫ് നബിയുടെ ഒരു കഥ പറയും, മദ്രസ വിടാൻ നേരത്ത് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. ഒരു 15 മിനിറ്റേ കഥ ഉണ്ടാവുള്ളൂ. എന്തിഷ്ടമാണ് കഥകൾ. ഈ കഥകളിൽ 4 ടൈപ്പ് കഥകൾ പറയുന്നുണ്ട്. ദ സ്റ്റോറി ഓഫ് സക്സസ്, ദ സ്റ്റോറി ഓഫ് ഹാർട്ട്. രണ്ടാമത്തെ സംഗതി അതാണ്. ഒന്ന് സ്കില്ലിന്റെ കഥകളാണ്. കുട്ടികൾക്ക് 4 ടെമ്പറമെന്റിലുള്ള കുട്ടികളുണ്ടാവും, 4 പ്രകൃതങ്ങളിലുള്ള കുട്ടികളുണ്ടാവും. 4 പ്രകൃതത്തിലുള്ള കുട്ടികൾക്കും 4 തരത്തിലുള്ള കഥകളാണ് വേണ്ടത്. ദ സ്റ്റോറി ഓഫ് സോഷ്യൽ റവല്യൂഷൻ, ദ സ്റ്റോറി ഓഫ് ഇന്റലക്ട്. 4 തരത്തിലുള്ള കഥകൾ കുട്ടികൾക്ക് കിട്ടണം. ഒന്നാമത്തെ സാധനം പറയാം, ദ സ്റ്റോറി ഓഫ് ഹാർട്ട്. ഹൃദയത്തിന്റെ കഥകൾ, അലിവിന്റെ കഥകൾ കുട്ടികൾക്ക് കുഞ്ഞുനാൾ മുതൽ കേൾക്കണം. മദ്രസകളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധി മാത്രമല്ല, ഹൃദയം ഉണ്ടാവണം. ഞാൻ ആരാവണമെന്ന ചോദ്യത്തിന് വാപ്പ കൊടുത്ത മറുപടി, മകനോട് കൊടുത്ത മറുപടി എന്താ? വയറരിഞ്ഞാകെ വലഞ്ഞോനൊരുത്തൻ്റെ പശിമാറ്റുമുറിയരിച്ചോറാവുക, ആകെ തണുത്തു വിറയ്ക്കുന്ന വൃദ്ധന്റെ ചൂടിൻ്റെ രോമപ്പുതപ്പാവുക, നില തെറ്റി വീഴുന്ന കൂടപ്പിറപ്പിൻ്റെ താങ്ങുന്ന അലിവിൻ്റെ തണലാവുക. IAS IPS IFS എന്തുമായിക്കോ നീ, പക്ഷെ ഹൃദയമുള്ള ഒരു മനുഷ്യനാവണം. ഹൃദയത്വത്തിന്റെ, ഹൃദയോന്മുഖതയുടെ, ആർദ്രതയുടെ, അലിവിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാക്കണം. ഉണ്ടായേ മതിയാവും. ഒരു വളരെ പ്രായമുള്ള ഒരാള് പറയുന്നൊരു സംഭവമുണ്ട്. കുഞ്ഞുനാളിൽ ചെമ്പോത്തിനെ ഇങ്ങനെ കവണ വെച്ചുകൊണ്ട് ഉന്നം വെച്ച് ചെമ്പോത്തിനെ കൊന്നു. ജസ്റ്റ് ഉന്നം വെച്ചതാണ്, തലക്ക് കൊണ്ടു, ആ ചെമ്പോത്ത് ചത്തു. നമ്മുടെ വാപ്പയും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റോറികൾ, അത് ചിലപ്പോൾ അങ്ങനെ ഭയങ്കര ചരിത്ര കഥകളൊന്നും ആവണമെന്നില്ല, പരിസരങ്ങളിലുള്ള കഥകളാവാം. അതൊക്കെ മതി, അതൊക്കെ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഈ കുട്ടി ഒരു സംഭവം പറഞ്ഞത്, വയസ്സ് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ സംഭവിച്ച ചമ്പോത്തിനെ എറിഞ്ഞു വീഴ്ത്തി. വാപ്പൊന്നും മിണ്ടിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കുട്ടിയുടെ വിരൽ മുറിഞ്ഞു. വിരൽ വാതിലിൽ കിടന്ന് മുറിഞ്ഞ് ആകെ സീനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്ത് ഉപ്പയും ഉമ്മയും കരഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന ശേഷം ഈ പാടവരമ്പത്തോട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കുട്ടിയോട് പിതാവ് പറയാണ്, മോന് വേദനിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ കുട്ടി ചോദിക്കാണ്, എൻ്റെ കൈ കുടുങ്ങിയ സമയത്ത് ഉമ്മക്ക് കരഞ്ഞിരുന്നല്ലോ, എന്തിനാ കരഞ്ഞത്? ആ സമയത്ത് പറയാണ്, മോനെ, കുട്ടികൾക്ക് എന്തെങ്കിലും സങ്കടം പറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുക ഉമ്മക്കുപ്പക്കുമാണ്, അതുകൊണ്ടാണ് കരഞ്ഞത് കേട്ടോ. എനിക്ക് ഓർമ്മ ഉണ്ടോ, കുറച്ച് ദിവസം മുമ്പ് നീ ഒരു ചമ്പോത്തിന് എറിഞ്ഞില്ലേ? ഇവൻ്റെ മനസ്സിങ്ങനെ തുറക്കുകയാണ്. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അത് തിന്നാനോ എൻ്റെ ഭക്ഷണത്തിനോ ഒന്നുമില്ലല്ലോ, എന്തിനാ മോൻ കൊന്നത്? എൻ്റർടൈൻമെൻറ്റ് വേണ്ടി. അന്ന് എത്ര കാത്തിരുന്നിട്ടുണ്ടാവും അതിൻ്റെ അച്ഛൻ, അതിൻ്റെ അമ്മ എത്ര കാത്തിരുന്നിട്ടുണ്ടാവില്ലേ? വേദനിച്ചിട്ടുണ്ടാവില്ലേ ആ ഉമ്മയുടെ ഹൃദയം, എൻ്റെ ഉപ്പൻ്റെ ഹൃദയം? അവൻ്റെ കണ്ണുകൾ സജലങ്ങളായി, കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിറ്റാൻ തുടങ്ങി. അവൻ പറയാണ്, ഈ വയസ്സായിട്ടും ഒരു ചെറിയ ഒരു കോഴിയെ പോലും മറക്കാനുള്ള ധൈര്യം എനിക്കില്ല. അതിനുശേഷം ഒരാളെപ്പോലും ഞാൻ നോവിച്ചിട്ടില്ല, നോവിക്കാൻ എനിക്ക് കഴിയില്ല. ദാറ്റ് ഈസ് ദ റിയൽ പാരൻറ്റിങ്. ഇത് ഉള്ളിലേക്ക് ഔത്തർച്ചയ്ക്ക് കൊള്ളുന്ന സാധനമാണ്. ഇത് എക്സ്പീരിയൻസിലൂടെ ഉണ്ടാവുന്ന സാധനമാണ്. അജ്മാനിലെ ഒരു സഹോദരൻ, അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ, ഇതേ അനുഭവം. അപ്പോൾ ഈ ഒരു റോഡിൽ ആക്സിഡൻ്റ് ആയിക്കൊണ്ട് കിടക്കുന്ന ഒരു പക്ഷി, ആ പക്ഷിയെ വളരെ തിരക്കിട്ട് പോകുന്ന അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു ആ പക്ഷിയെ എടുത്ത് ശുശ്രൂഷിച്ച് മെഡിക്കലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് കെട്ടി തിരിച്ച് വീട്ടിലെത്തി അതിനെ പരിചരിച്ച് ഒരാഴ്ചക്കാലത്തോളം അതിനെ ശുശ്രൂഷിച്ച്
അതിനെ ജനൽ തുറന്നു വിട്ടതിനെ പറത്തുന്നത് നോക്കി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ. ആ കുട്ടിക്ക്, ആ മകൾക്ക് മേഴ്സി എന്താണ്, കാരുണ്യം എന്താണ്, റഹ്മത്ത് എന്താണ്, ഇസ്ലാം എന്താണ് എന്ന് ഒരു സ്ഥലത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കേണ്ട സ്ഥലത്തുനിന്ന്, അതിനെ ഹൃദയത്തിലേക്ക് ആവാഹിക്കേണ്ട സ്ഥലത്തൊന്നും ആക്കി. ഇതാണ് പാരന്റിങ്. കുട്ടിക്കാലത്ത് അറിവിനോട് ഉന്മുഖതയുള്ള ആളുകൾ എങ്ങനെയൊക്കെയോ കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഒരു ഉസ്താദിനെയോ ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തെയോ കണ്ടുകൊണ്ട് റോൾ മോഡലാക്കും. നെക്സ്റ്റ് എഫക്റ്റ് വരുന്നത് അങ്ങനെയാണ് ഫാമിലിയിൽ. ചിലപ്പോൾ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാവും, ഒരു സ്കോളർ പാരമ്പര്യമൊന്നും ഉണ്ടാവില്ല, പണ്ഡിത പാരമ്പര്യം ഉണ്ടാവില്ല. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ കുട്ടി ഏതോ ഒരു ഉസ്താദിനെ കണ്ട് റോൾ മോഡലാക്കി, ഏതോ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം കേട്ടു, അവന്റെ മനസ്സുകളിൽ അതിനോടുള്ള ആവേശവും അതിനോടുള്ള വല്ലാത്തൊരു ഹരവും തുടിച്ചുകൊള്ളുന്നു. ഇത് വലുതാകും. ഇതിനെ എവിടെ തളർത്താൻ നോക്കി കഴിഞ്ഞാലും ലോകത്തറിയപ്പെടുന്ന വലിയ ഒരു പ്രതിഭയായിട്ട് കുട്ടി മാറും. കുട്ടിക്കാലത്തെ റോൾ മോഡലിംഗ് അതൊരു പക്ഷേ പാരൻസ് ആവണമെന്നില്ല, മറ്റോ വലിയ ഉസ്താദുമാരാവാം. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പൊക്കെ പറയും ഇങ്ങനെ കെ സി ജമാലുദ്ദീൻ ഉസ്താദിന്റെ കഥകൾ, മറ്റു പല ആളുകളുടെയും സ്റ്റോറികൾ ഇങ്ങനെ പറയുമ്പോൾ ചെറുപ്പത്തിൽ ഒരു പക്ഷെ അത് കണ്ടുകൊണ്ട് ഇൻസ്പയർ ആയിട്ടുണ്ടാവാം. അത് വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു ഇന്ധനമാണ്. ഇന്ന് കാണുന്ന ഇപ്പൊ ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകളൊക്കെ പ്രതിഭകളാണ്. അതുകൊണ്ടാണ് അവർ ആ സ്റ്റേജിലിരിക്കുന്ന പ്രതിഭകൾ, അവർ കാണിക്കുന്ന പ്രതിഭാധനത്വത്തിന്റെ എന്തോ ഒരു പെട്രോൾ, എന്തോ ഒരു എലമെന്റ് അവരുടെ കുട്ടിക്കാലത്ത് കയറിയിട്ടുണ്ട്. സാമൂഹിക മേഖലകളിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, സാംസ്കാരിക മേഖലകളിലുണ്ട്, സംഘടനാ മേഖലകളിൽ, സമസ്തയുമായി ബന്ധപ്പെട്ട ഉന്നത പ്രവർത്തന മേഖലകളിൽ ധാരാളം വർഷം സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന ഇവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കൂ നിങ്ങൾ. എന്തെങ്കിലും ഒരു എലമെന്റ് ഒന്നെങ്കിൽ പിതാവിൽ നിന്ന്, മാതാവിൽ നിന്ന്, കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന്, ചിലപ്പോൾ വീട്ടിൽ വന്ന ചെലവിന് വന്ന മോലേരിറ്റിയിൽ നിന്ന് കുട്ടിക്ക് എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാകും. ഉണ്ടാക്കണ്ടേ നമ്മൾ കുടുംബത്തിൽ ഇത്തരം നന്മയുടെ പൂന്തോപ്പുകൾ? വാപ്പക്ക് കൊടുക്കാം, ഉമ്മക്ക് കൊടുക്കാം, എല്ലാത്തവർക്കും കൊടുക്കാം. വീട്ടിൽ നിരന്തരമായി ഇപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്തുള്ള ഒരു ഫാമിലി ഉണ്ട് ഇവിടെ. അവരുടെ വീടുകളിൽ എപ്പോഴും ഒരു പണ്ഡിത ഒരു കൾച്ചർ, എപ്പോഴും ആളുകൾ ഇങ്ങനെ വരുന്ന ഒരു കൾച്ചർ, ഇസ്ലാമുമായി ദീനുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു കൾച്ചർ ഉണ്ട്. അതങ്ങനെ മക്കളിലേക്ക് സ്പ്രെഡ് ചെയ്തു പോകും. വാശിയും വൈരാഗ്യമുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ആ മക്കളിലേക്ക് ജീന് വഴി ആ സാധനം അങ്ങനെ പോകും. നരകത്ത് പോയാലും വേണ്ടില്ല, ഞാൻ അവനോട് മുണ്ടൂല, മരിച്ചാലും വേണ്ടില്ല, പെങ്ങൾക്ക് ഞാൻ മാപ്പ് കൊടുക്കൂല. മരിച്ചാൽ പിന്നെ അതിന് മാപ്പ് കൊടുക്കണ്? ഇത് വാശിയാണ്. ഈ വാശി ആര് കാണുന്നുണ്ട്? നിങ്ങളുടെ കുടുംബത്തിലെ ആൾ കാണുന്നുണ്ട്. നിങ്ങളുടെ എതിർ സംഘടനയിലെ എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തിയെ നിങ്ങൾ അധിക്ഷേപിക്കുന്നത്, പെണ്ണുങ്ങളാണെങ്കിൽ അടുത്ത വീട്ടിലുള്ള പെണ്ണിനെ കുറിച്ച് കുറ്റം പറയുന്നത്, നാത്തൂവിനെ കുറിച്ച്, ഇളച്ചിയെ കുറിച്ച് കുറ്റം പറയുന്നത്, അമ്മായിമ്മയെ കുറ്റം പറയുന്നത് നിങ്ങളുടെ മക്കൾ കേൾക്കുന്നുണ്ട്, അവർ പഠിച്ചു വെക്കുന്നുണ്ട്. നാളെ അവർക്കിത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാ. ഈ അസറുണ്ടല്ലോ, റസൂൽ പറഞ്ഞ ഒരു വാചകം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. 1000 ഗ്രന്ഥങ്ങൾ എഴുതിയാലും അതിന്റെ അർത്ഥതലങ്ങളുടെ വ്യാപ്തി, അതിന്റെ മനോഹാരിതയും അതിന്റെ ആഴവും അതിന്റെ ഡെപ്തും തീരുകയില്ല. എത്രയെത്ര ഗ്രന്ഥങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്ന മനോഹരമായ പാരന്റിങ്ങിന്റെ സുന്ദരമായ സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കേണ്ട ആധുനികത എന്നല്ല, ഉത്തരാധുനികത എന്നല്ല, AI എന്നല്ല, ഏത് കാലത്തും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളുടെ വചനാമൃതത്തിന്റെ സുഗന്ധവും സൗന്ദര്യവും അത് തുടിച്ചും പ്രഫുല്ലമായും പ്രസരിച്ചു കൊണ്ടേയിരിക്കും. ഭയങ്കര സംഭവമാണ്. മാന്തിയാലും തീരാത്ത ഖനികളുണ്ടാവും ഹബീബിന്റെ വചനങ്ങൾക്ക്. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയോ? ചില ആളുകൾ അങ്ങനെയാണ്, കുറച്ച് സംസാരിച്ചാൽ മതിയോ, നമുക്കൊക്കെ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി എന്തുകൊണ്ടാ? സാഹിത്യ സമ്പുഷ്ടമായ നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെയൊക്കെ സംസാരം, ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന വളരെയധികം കുറച്ച് പറഞ്ഞാൽ മതിയാവും. സാധനങ്ങൾ മുഴുവനും ജാമിഉം മാനിയുമായി അതിൽ സംക്ഷിപ്തമായിട്ടുണ്ടാവും. റസൂലുള്ളാഹിന്റെ വാക്കുകൾ എത്രയായിരിക്കും? നമ്മൾ ഇതിനെ വെറും ഏതോ ഒരു സാഹിത്യകാരന്റെ വാക്കായിട്ട് കൽപ്പിച്ചു വെച്ചതിലാണ് പ്രശ്നം. ആ വരികളുടെ ഉള്ളകങ്ങളിലെ വ്യത്യസ്ത റൂട്ടുകളിലെ ചെറിയൊരു റൂട്ടിന്റെ ചെറിയൊരു പോയിന്റ് മാത്രമേ ഞാൻ അത്ര നേരം പറഞ്ഞിട്ടുള്ളൂ. വകാന അബവാഹു യുവഹിദാനിഹി ഓ യുമജ്ജിസാനിഹി എന്ന് പറയുന്ന ഹബീബിന്റെ വചനമാണ് പാരന്റിങ്ങിന്റെ എക്കാലത്തെയും എറിക് ബേൺ അടക്കം എല്ലാവരും കോപ്പി അടിച്ചിട്ടുള്ള, എല്ലാവരും അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി ലോകത്ത് വിറ്റഴിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെയൊക്കെ ആധാരം. എറിക് ബേൺ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയ എറിക് ബേൺ, വൈകാരിക പുനർജന്മം എന്ന പേരിൽ മലയാളത്തിലെ പുസ്തകമുണ്ട്. വായിക്കുകയാണെങ്കിൽ തലയിലെഴുത്ത് തിരുത്താം എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകമുണ്ട്. TS സെബാസ്റ്റ്യൻ എഴുതിയിട്ടില്ല. അതിൻ്റെയൊക്കെ പിന്നിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഹബീബിന്റെ വരികളിൽ നിന്നുള്ള സുഗന്ധമാണ്. ചെറിയ ഒരു റൂട്ടിലൂടെ അവർ സഞ്ചരിച്ചതാണ്. അപ്പൊ എഫക്റ്റ് ചെയ്യുന്നു. കുട്ടിയെ എങ്ങനെ നിർണയിക്കുന്നു? ഒരു കുടുംബത്തിന്റെ അടിസ്ഥാന ബീജമായിട്ടുള്ള കുട്ടിയുടെ ജന്മത്തിൽ, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ കഴിവിൽ, അവന്റെ നന്മകളിൽ എങ്ങനെ അവന്റെ കുട്ടിക്കാലം സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിച്ചു വരുന്നത്.
അള്ളാഹു മനസ്സിലാക്കി. അതിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതാണ്. വിജയ കഥകൾ പറഞ്ഞു കൊടുക്കണം. അതിന് ഒന്നാമത്തെ പോയിന്റ് ആർദ്രതയുടെ അലിവിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം. അതിനുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. യുദ്ധക്കളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ്. യുദ്ധക്കളത്തിൽ ശത്രുക്കൾ വിജയിച്ചു നിൽക്കുകയാണ്. അപ്പോൾ സുഹൃത്തിനെ കാണുന്നില്ല. കമാൻഡറോട് ചോദിച്ചു, എനിക്ക് അവിടെ പോകണം. അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല, മരിച്ചിട്ടുണ്ടാവും, എന്നാലും വേണ്ടിയില്ല, എനിക്ക് പോകണം. എങ്ങനെയൊക്കെയോ സമ്മതം വാങ്ങി ചെന്ന സമയത്ത് തൻ്റെ സുഹൃത്തായ സോൾജിയർ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്. തൻ്റെ സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ഈ ഒരു കഥ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു നോക്കും. യുദ്ധക്കളത്തിൽ ചുണ്ടോടടുപ്പിച്ച ആ പാത്രം, വെള്ളത്തിന്റെ ചഷകം, അത് അപ്പുറത്തുനിന്ന് ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞ സ്വഹാബികളുടെ കഥകൾ, അത് കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ വരുമെന്നും. ഇതാണ് സ്റ്റോറി ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ കഥ. പിന്നെ സ്കില്ലിന്റെ കഥകൾ, കഴിവുകളുടെ കഥകൾ. രണ്ടാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ കഴിവിന്റെ കഥകൾ കുട്ടികൾ കൊടുക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളുടെയൊക്കെ അനുഭവങ്ങൾ പറയാം, നമ്മുടെ പരിസരത്തുള്ള ആളുകളുടെ അനുഭവങ്ങൾ പറയാം. ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു കയറി വലിയ ഉന്നതങ്ങൾ എത്തിയ ആളുകളുടെ കഥകൾ, വിജയഗാഥകൾ പറയണം. 16-ാമത്തെ വയസ്സിൽ ആസാമിലെ തരിശുഭൂമിയിൽ, ഞാൻ പറയാറുള്ളൊരു സംഭവം, തരിശുഭൂമിയിൽ മരം വെച്ചു നട്ട ഒരു കുട്ടി. പ്രളയവും ദുരന്തവും ഒക്കെ വന്ന് പ്രയാസപ്പെട്ടിരിക്കുന്ന ഭൂമികയിൽ മരം വെച്ചപ്പോൾ എല്ലാവരും പരിഹസിച്ചു. വർഷങ്ങളോളം പ്രയത്നിച്ചുകൊണ്ട്, വർഷങ്ങളോളം അതിൻ്റെ പിന്നാലെ കൂടി ചെറിയൊരു കുറ്റിക്കാട് വന്നു. പിന്നീട് അങ്ങനെ അത് വളർന്നു വലുതായി അവൻ്റെ ജീവിത തപസ്സതായി മാറി. 44 വർഷം ഇവൻ ആ ഒരു മരം നടുന്ന പ്രക്രിയയിൽ അനസ്യൂതം മുന്നോട്ട് പോയി. ആസാം ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു. ഇന്ന് 1500 ഏക്കറിൽ നിബിഡ വനങ്ങൾ സൃഷ്ടിച്ച മോളായി ഫോറസ്റ്റ് എന്ന പേരിൽ ഒരു കാടുണ്ടാക്കിയ മോളായിയുടെ കഥ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് സോഷ്യൽ റവല്യൂഷന്റെ കഥയാണ്. ഹബീബിന്റെ കഥ പറഞ്ഞു കൊടുക്കി. അപ്പൊ ഹൃദയത്തിന്റെ കഥ, ഈ സ്റ്റോറികളൊക്കെ കുട്ടികളെ ബിൽഡ് ചെയ്യും. 4 തരത്തിലുള്ള കഥകളാണ്: ബുദ്ധി, ഹൃദയം, സോഷ്യൽ റവല്യൂഷൻ, ഇന്റലക്റ്റിന്റെ കഥകൾ. ബുദ്ധിയുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം. കുട്ടിക്ക് നല്ല 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 ചിന്തകൾ ഇട്ട് കൊടുക്കണം. നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു സാധനങ്ങളാണ് പാരന്റിങ്ങിൽ. നല്ല നല്ല ക്വസ്റ്റ്യൻസ് കൊടുക്കണം. അവർ സ്കൂളിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യട്ടെ. ഈ ചിന്തകൾ അവർക്ക് മറ്റുള്ള അവരുടെ ഊർജ്ജം മറ്റു പല വിഷയങ്ങളിലേക്കും പരന്നൊഴുകുന്നതിന് ബ്ലോക്ക് ചെയ്യും. ചിന്താശകലങ്ങൾ ഇട്ടുകൊടുക്കട്ടെ. നന്നായിട്ടുള്ള നല്ല ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾ ഒരു 5, 6, 7, 5 ക്ലാസ് മുതൽ തന്നെ കുട്ടിക്ക് നന്നായിട്ട് അതിലേക്ക് ആക്ട് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ കഥകൾ. ഇപ്പോൾ ഒരു ചെറിയൊരു കഥ പറയട്ടെ, കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥ. സ്ത്രീകളുണ്ടല്ലോ, ഒരു ചോദ്യമാണ്, കഥയല്ല. ആരും റെഡിയാണോ? റെഡിയല്ല? ഒരു കഥ പറയട്ടെ. കുറെ നേരമായില്ല, ഇങ്ങനെ ബോറടിക്കണില്ലേ? നിർത്തുകയാണ്, മെസ്സേജ് വരാൻ കാത്തുകയാണ്, ഇപ്പം നിർത്തും. ഒരു ചെറിയൊരു കഥകൾ കുട്ടിയോട് ചോദിച്ചു നോക്കും. അവൻ്റെ ചിന്തകളെ, ചിന്താമണ്ഡലങ്ങളെ ഉണർത്തുന്ന കടങ്കഥകൾ ചോദിക്കണം കുട്ടികളോട്. ഒരു 2 സന്യാസിമാര്, ഒരു കഥയാണേ, ഇത് ചോദിക്കാൻ പറ്റിയതാണ്. 2 സന്യാസിമാർ, അവരിങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ സമയത്ത് ഒരു വഴിപോക്കൻ അവിടെ വരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഇവിടെ നിൽക്കട്ടെ, ഓക്കെ നിന്നോളൂ. രാത്രി കിടന്നുറങ്ങി. അപ്പോൾ കിടന്നുറങ്ങാൻ സമയത്ത് ഇവരെ കയ്യിൽ ചപ്പാത്തി ഉണ്ട്. ഒരു സന്യാസിയുടെ കയ്യിൽ 5 ചപ്പാത്തി, മറ്റാളെ കയ്യിൽ 3 ചപ്പാത്തി. ഒരു സന്യാസിന്റെ കയ്യിൽ 5 ചപ്പാത്തി, മറ്റാളെ കയ്യിൽ. അപ്പൊ ഇവര് തമ്മിൽ അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. മറ്റാൾക്ക് 1 കൊടുത്തപ്പോൾ 4 ആയി. 5 ഉള്ള ആൾ അയാൾക്ക് 1 കൊടുത്തപ്പോൾ അയാൾക്ക് 4, ഇയാൾക്ക് 4, അങ്ങനെ 8 ആയി. അപ്പോഴാണ് ഈ വഴിപോക്കൻ വരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു? ഇത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയണം. ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കൺസെഷൻ്റെ ഏറ്റവും ബേസിക് സാധനമാണ്. ഇതിന് മാത്രമായിട്ട് വർക്ക്ഷോപ്പുകൾ വെക്കാറുണ്ട്. എങ്ങനെ കഥ പറയണം, എങ്ങനെ കഥ പറഞ്ഞു കൊടുക്കണം. നമ്മളടുത്ത് എന്ത് കഥയുള്ളത്? ഇന്ന് കഥ കിട്ടാൻ വലിയ പണിയുണ്ടോ? നമ്മളൊക്കെ ഒരു കഥയില്ല. കഥയുള്ള ജീവിതമാകണം, കഥയുള്ള ഫാമിലി ആവണം. അതിനാണ് ഖുർആൻ കഥകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇത് കടങ്കഥയാണ്. ഈ കടങ്കഥയിൽ വരുന്നത് ഈ 3 ആളുകൾ അവര് ഈ ചപ്പാത്തിയെ ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. 8 ചപ്പാത്തിയുള്ളത്. എങ്ങനെ ഡിവൈഡ് ചെയ്യും? കണക്കന്മാരുണ്ടോ അവിടെ? 8 ചപ്പാത്തി 3 ആക്കി എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഞാൻ പറയാം, കുട്ടികളൊക്കെ ആർത്ത് കരയുണ്ട്. കുട്ടികൾ ആവശ്യത്തിന് കരയും, അത്യാവശ്യത്തിന് കരയും, അനാവശ്യത്തിന് കരയും. അത്യാവശ്യത്തിനുള്ള കരച്ചിലാണെങ്കിൽ അതിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവ നാളെ കരയിപ്പിക്കും. അതുകൊണ്ട് അവിടുന്ന് പുറത്ത് പോയിട്ട് എന്ത് ചെയ്യണം? കുട്ടി എന്തിനാ കരയണേന്ന് ചോദിക്കുക. അതിനകത്ത് സപ്രസ് ചെയ്യരുത്. അത്യാവശ്യത്തിന് ചൂടെടുത്തിട്ടായിരിക്കും. ചിലപ്പോൾ വയറ് വേദനിച്ചിട്ടേക്കാരം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളായിരിക്കും.
നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ക്ലാസ് കേൾക്കുമ്പോൾ വാട്സപ്പ് നോക്കാമല്ലോ, കുട്ടിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ബോറടിച്ചിട്ടേക്കാരും ചിലപ്പോൾ. അത്യാവശ്യത്തിനുള്ള നീഡ്സുകളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അത് ഡേഞ്ചറായ ഒരു സ്റ്റേജിലേക്ക് പോകും. അനാവശ്യത്തിന് കരയുമ്പോൾ പരിഗണിക്കുകയേ വേണ്ട. അനാവശ്യത്തിന് കാര്യം വെറുതെ വീണിട്ട് നിങ്ങോട്ട് നോക്കും, ആരെയും നോക്കുന്നുണ്ടോന്ന്. നോക്കണമെങ്കിൽ മൂപ്പര് എണീച്ച് അസ്സലാമു അലൈക്കും എന്നിട്ട് പോകും. നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ കരയും. കുട്ടികൾ ശ്രദ്ധിച്ചേക്കൊണ്ട് അനാവശ്യ കരച്ചിൽ വേദന ഒന്നും അയച്ചിട്ടുണ്ടാവില്ല. അവർ കാണാപ്പാടം പഠിച്ചതാണ്. വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കരയണം. അത് അനാവശ്യ കരച്ചില്ല, വല്ലാതെ മെയിൻ ചെയ്യരുത്. അത്യാവശ്യത്തിന് കരയുമ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. അനാവശ്യത്തിനൊക്കെ കരയുന്ന ആളുകൾ ഓവർ കെയറിങ് ചെയ്യുന്ന ചില പാരൻസ് ഉണ്ട്. ഓവർ കെയറിങ്, കഥ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഇടയിൽ കരച്ചിൽ വന്നപ്പോൾ പോയതാണ്. ഓവർ കെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല, മെൻ്റൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുട്ടികളാണ് പെട്ടെന്ന് സൂയിസൈഡൊക്കെ ചെയ്ത ആളും വരും. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവില്ല. എല്ലാം വാപ്പ ചെയ്തു കൊടുക്കണം, എല്ലാ മക്കൾ പിന്നെ ഉമ്മ ചെയ്തു കൊടുക്കണം. ഒരു സോക്സ് ഇടാൻ പോലും അറിയില്ല, ഒരു നഖം വെട്ടാൻ അറിയില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടെ കുട്ടികൾ പലപ്പോഴും ഇങ്ങനത്തെ ഒരു ഓവർ കെയറിങ്ങിൻ്റെ ഇരകളാണ്. അപ്പം അപ്പോൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ കെയറിങ് കിട്ടുന്ന സമയത്ത് നായ ഓടുമ്പോൾ വരെ വാപ്പാക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു നോക്കും, എല്ലാവരും ഓടിയിട്ടുണ്ട്, നായ വരുന്നുണ്ട്, ഓടട്ടെ വാപ്പ. ഇത്രയും ഓവർ കെയറിങ് ഉള്ള സ്ഥലങ്ങളിൽ ഡിസിഷൻ മേക്കിംഗ് കഴിവ് ഇല്ലാത്ത ആളുകളായി. അപ്പോൾ ആ കുട്ടിയുടെ സ്റ്റേജ് അനുസരിച്ച് ഒക്കെയാണ് ഈ പാരൻറ്റിങ് വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പാരൻറ്റിംഗ് ആണ് ഒരു ഫാമിലിയുടെ ഒരു സ്ട്രക്ചർ. അത് മാത്രം പറയാനുള്ള സമയമുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ കഥ ഇതിൽ അതൊന്ന് അവസാനിപ്പിക്കുക, നിങ്ങളുടെ ചിന്തയിലേക്ക് ഇട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു 3 ഡിവൈഡ് ചെയ്തു. ഒരു ചപ്പാത്തിനെ 3 കഷ്ണാക്കി. അങ്ങനെ 3 ആൾ കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? ഒരാൾക്ക് 8 കഷ്ണം കിട്ടും. 3/24 അല്ലേ? അങ്ങനെ 8 കഷ്ണം തിന്നു. അപ്പോൾ ഇയാൾ രാവിലെ പോകുന്ന സമയത്ത് അവിടെ ഒരു എഴുത്ത് എഴുതിയിരുന്നു. ഇയാൾ രാവിലെ ഇവർ ഉണരുന്നതിന് മുമ്പ് എണീച്ചു പോയി അവിടെ എഴുത്ത് എഴുതി. എന്താ എഴുതിയത്? എനിക്ക് നിങ്ങളുടെ അതിഥി സൽക്കാരം ഇഷ്ടപ്പെട്ടു, 8 സ്വർണ്ണ നാണയം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വീതിച്ചെടുത്തോളൂ. സ്വാഭാവികമായിട്ട് 5 ചപ്പാത്തി ഉള്ള ആൾ 5 എടുത്തു, 5 സ്വർണ്ണ നാണയം എടുത്തു, മറ്റാൾക്ക് 3 കൊടുത്തു. അയാൾ സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു എനിക്ക് ഒന്നും കൂടി വേണം, 4 വെക്കാന്ന് പറഞ്ഞു. കോടതിയിലെത്തി. വക്കീൽ വിധിച്ചു. എന്തെന്നറിയോ? വക്കീൽ വിധിച്ചു ആ 3 ചപ്പാത്തി ഉള്ള ആൾക്ക് 1 സ്വർണ്ണ നാണയം, ബാക്കി 7 സ്വർണ്ണ നാണയവും ഈ 5 ചപ്പാത്തിൻ്റെ ആൾക്ക്. അപ്പോൾ ഇയാൾ ചൂടായി, നിങ്ങൾ എന്ത് വിധിയാണിത്? എനിക്ക് ഓൾറെഡി 3 കിട്ടീനി, ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയാണ് വന്നത്, ഇപ്പോൾ ആകെ ഒന്നുള്ളൂ. ജഡ്ജി വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഇയാൾക്ക് ഫുള്ള് ഹാപ്പി, റാഹത്തായി. എന്താണ് ആ വിശദീകരണം? എന്തുകൊണ്ടാണ് 5 ചപ്പാത്തി ഉള്ള ആൾക്ക് 7 നാണയം, മറ്റാൾക്ക് 1 നാണയമായി? ഇത് വെറുതെ ഒരു കുശ്ചിട്ടതാണ്. ഇങ്ങനെ ഒരു 10-15 സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ടാവണം. ഇത് കുട്ടികളുടെ ചിന്തകളിലേക്ക് ഇടണം. അള്ളാഹു മനസ്സിലാക്കി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ യാ മുജീബി കരീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.